ഹല്ലേലൂയ അല്ലേ? 6-ാം അധ്യായം 33-ാം വചനം ഏതാ? കണ്ട, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ അല്ലേ? അതൊക്കെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ അതിൻ്റെ കുറേ ഭാഗങ്ങളുണ്ടെന്നാണ് അതിനർത്ഥം. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മേളിലുള്ളത് എന്താണ്? എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, നാളെ എന്ത് ചെയ്യും, ഹല്ലേലൂയ എന്നുള്ള വിചാരത്തിലുമായിട്ട് നടക്കുന്നവരോട് കർത്താവ് പറഞ്ഞേക്കുവാണ്. എന്നെ പറഞ്ഞേക്കുന്നേ, മുന്നമേണ്ട രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ അതോടുകൂടെ. ഹല്ലേലൂയ. അപ്പോൾ ഏതോട് കൂടിയേ കിട്ടുള്ളൂ നമുക്ക്? മുന്നമേ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക്, അവർക്ക് അതോടുകൂടെ രാജ്യം ഉള്ളിലുള്ളവർക്ക്, അല്ലെങ്കിൽ രാജ്യം കിട്ടിയവർക്ക് ഏതെങ്കിലും കിട്ടുമെന്ന് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതും നിത്യജീവൻ്റെ അവകാശവും നമുക്ക് ലഭിക്കുന്നു. ശരിയല്ലേ? ഹല്ലേലൂയ അല്ലേ? എന്നൊക്കെ വേണോ അതൊക്കെ ലഭിക്കും. അതിൻ്റെ താഴെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്? എന്തുകൊണ്ടാണ് 33 കഴിഞ്ഞ് 34 പറഞ്ഞേക്കുന്നതാണ്? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. നമ്മുടെ വിചാരം മുഴുവൻ എപ്പോഴും അങ്ങനെയാണ്, നാളെ എന്ത് ചെയ്യും അല്ലേ? നാളെ എന്താ കർത്താവേ? ഹല്ലേലൂയ. അതുകൊണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുന്നുവല്ലോ. നാളെ എന്നുള്ള ദിവസത്തെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് എന്നാ ചെയ്തു കൊടുക്കണമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കണമെന്ന് നാളെ എന്ന ദിവസത്തെ ദൈവം ആക്കി വെച്ചിരിക്കിയാൽ നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട. അതെന്ത് ചെയ്തോളും? നാളത്തെ ദിവസം അതിനെക്കുറിച്ച് വിചാരിച്ചോളും. നമ്മൾ വിചാരപ്പെടണ്ട എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശരിയല്ലേ? അതിൻ്റെ കൂടെ എന്നാന്ന് പറഞ്ഞേക്കുന്നത്? നാളത്തെ ദിവസം തനിക്കായിട്ട് വിചാരപ്പെടുന്നുവല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ. അപ്പോൾ എന്നെ അവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ്? ഈ നാളെക്കുറിച്ചുള്ള വിചാരം അങ്ങ് നിർത്തിയിട്ട് ആദ്യം എന്നാ ചെയ്യുന്ന ഒരന്വേഷണം അങ്ങ് തുടങ്ങാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്ത് അന്വേഷണം? രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്കായിട്ട് ദൈവം പിറ്റവസ്ഥയ്ക്കുള്ളതും കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം കരുതി വെച്ചിട്ടുണ്ട്. കാരണം അവനാണ് തുടങ്ങി വെച്ചവനും അവസാനിപ്പിക്കുന്നവനും. ഹല്ലേലൂയ ഹല്ലേലൂയ. അവനാണ് ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും. ഹല്ലേലൂയ. അതുകൊണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട ഒരു കാര്യമില്ല. നാളത്തേന് വിചാരപ്പെടണത് നാളെ എന്ന ദിവസം. അതിന് കാരണം എന്നാന്ന് പറഞ്ഞു? നാളത്തെ ദിവസത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് നാളെയെ ദിവസത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളത് കരുതിയിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന അപ്പനമ്മമാർ നാളെയെ വിചാരിച്ചല്ലേ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് കരുതുന്നേ? ശരിയാണോ? ആണോ? ശരിയല്ലേ? അതേ ഇന്നത്തെ ദിവസത്തേക്കുള്ളത് മാത്രമേ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുള്ളൂ. നാളത്തെ ദിവസം മറ്റേ നാളെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, നാളത്തേക്കുള്ളത് റെഡിയാക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് നാളത്തേക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിചാരപ്പെടണ്ട. അപ്പം നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പകരം എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ഏതൊരപ്പനും നാളെ തൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളത് അന്വേഷിക്കുമോ? ഹല്ലേലൂയ. അന്വേഷിക്കുമോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്നാ ഒന്ന് ചെയ്യണം? സ്വർഗീയ പിതാവ് അല്ലേ, നമ്മളൊന്ന് നോക്ക് നാളത്തേക്കുള്ളത് ഉണ്ടോയെന്ന് അല്ലേ? മക്കളാണെങ്കിലും ഒന്ന് നോക്കാറുണ്ട്. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയുള്ള മക്കൾ എന്നാ ചെയ്താൽ മതി? നാളത്തെ ദിവസത്തേക്ക് ഉള്ളത് തരുന്ന ദൈവത്തെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരിയാണോ? ഒന്ന് അന്വേഷിച്ചാൽ മതി. അപ്പം മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എന്താണ് രാജ്യവും നീതിയും? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും? അത് അന്വേഷിപ്പിൻ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാമെങ്കിലല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വചനം പറഞ്ഞിരിക്കുന്നു, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ശരിയല്ലേ? നമ്മൾ അന്വേഷിക്കുന്നതൊക്കെ കണ്ടെത്താറുണ്ട്. ശരിയല്ലേ? അപ്പോൾ എന്നാണ് അന്വേഷിപ്പിൻ എന്ന് ലഭിക്കും. അപ്പം മുന്നമേ അന്വേഷിക്കണം രാജ്യവും നീതിയും. എന്താണ് ദൈവരാജ്യം എന്ന് പറയണത്? റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വചനം അനുസരിച്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി, സമാധാനം,
പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ സന്തോഷമുണ്ടെങ്കിൽ, കെട്ടുപോകാത്തൊരു സന്തോഷമുണ്ടെങ്കിൽ അതിനെ എന്നാന്ന് വിളിക്കുന്നത്? ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മനുഷ്യൻ്റെ സന്തോഷമല്ല, ആത്മാവുള്ളിലുള്ളത് കൊണ്ടുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവുള്ളിലുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവുള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്നാന്ന് വിളിക്കും? ദൈവരാജ്യം ഉണ്ടെന്ന് പറയും. ഹല്ലേലൂയ. ശരിയാണോ? ശരിയാണോ? അതിനകത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഹല്ലേലൂയ. പിന്നെ എന്തുണ്ട്? നീതിയുണ്ട്. ഹല്ലേലൂയ. അപ്പം ആത്മാവുള്ളിലുള്ളവൻ നീതിയുള്ളവനാന്ന് പറഞ്ഞു. ആരാ നീതിമാൻ? ആരാ നീതിമാൻ? റോമർക്കെഴുതിയ ലേഖനം 4:3 ഒന്ന് വായിച്ചു നോക്കിക്കേ. ആരാ നീതിമാൻ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ് നീതിമാൻ? എന്താണ് നീതി? തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമാണ് നീതി എന്ന് പറഞ്ഞത്. ശരിയാണോ? ശരിയാണല്ലോ. അബ്രഹാം ദൈവത്തിലെ ഒന്ന് ചെയ്തു, അനുസരിച്ചു, അതുകൊണ്ട് ദൈവം അവനെ നീതിമാനായിട്ട് കണക്കിട്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ വിശ്വാസമാണ് നീതിയായിട്ട് വരുന്നത്. അപ്പോൾ ദൈവരാജ്യം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ദൈവരാജ്യം ഉള്ളിലുണ്ടെങ്കിൽ അവന് എന്തായിരിക്കും? അവൻ്റെ പേരായിരിക്കും എന്തെന്ന് പറയണത്? നീതിമാൻ അഥവാ വിശ്വാസി. ഹല്ലേലൂയ. വിശ്വാസമുള്ളവനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദൈവം കണക്കൂട്ടിയത് എന്ത്? അതുകൊണ്ടല്ലേ വിശ്വാസികളുടെ പിതാവെന്ന് ആരെ പറഞ്ഞേക്കുന്നേ? അബ്രഹാമിനെ പറഞ്ഞിരിക്കുന്നേ. അബ്രഹാമിന് വേറൊരു പേര് വിട്ടിട്ടുണ്ട്, നീതിമാൻ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസിയാണെങ്കിൽ അതിന് എന്നാണ് അർത്ഥം? അവൻ്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവരാജ്യമുണ്ട് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവുണ്ട്. വിശ്വാസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നായിരിക്കും ചെയ്യുന്ന ഒരു വിശ്വാസി? അല്ലേ, സദൃശവാക്യങ്ങളിൽ ഒരു പ്രശോഭിക്കുന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ എന്നാ ചെയ്യുന്നേ? അവൾ ഭാവിയെ നോക്കി, അവൾ ഹിമത്തെ ചൊല്ലി പേടിക്കുന്നില്ല, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്ന വചനം പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഒരു വിശ്വാസി എന്ത് ചെയ്യും? ഭാവിയെ നോക്കി, നാളത്തേക്ക് നോക്കി പുഞ്ചിരിക്കും. ഹല്ലേലൂയ. 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 അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളതിനെയാണ് ദൈവരാജ്യമെന്നും. അതിനുള്ളിലുള്ള വ്യക്തി ആരിൽ വിശ്വസിക്കും? കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് നീതിമാനെന്ന് എണ്ണും. അതുകൊണ്ടല്ലേ റോമർക്കെഴുതിയ ലേഖനം 10:10 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൃദയം കൊണ്ട് നീതിക്കായും, അല്ലേ, വായ് കൊണ്ട് രക്ഷയ്ക്കായും ഏറ്റുപറയുന്നു. എന്തേറ്റു പറയണം? യേശുവിനെ 10:9, റോമർ 10:9 എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയും. പക്ഷെ അതിനുമുമ്പ് ഒരു വിശ്വാസം വേണമല്ലോ. എന്താ വിശ്വസിക്കണ്ടേ? യേശുവിനെ മരിച്ചവരിൽ നിന്ന്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ആ മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു, പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റു പറയണം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതുമ്പോൾ നീതിയായിട്ട് മാറി, വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്തായിട്ട് മാറി? രക്ഷയ്ക്കായിട്ട് മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരായി? സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി. സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കിയവരെയാണ് എന്നാന്ന് പറഞ്ഞത്? ദൈവമക്കളെന്ന് പറഞ്ഞത്. ശരിയല്ലേ? ശരിയാണോ? അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 1:12 പറഞ്ഞത് എന്താണ്? യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനെയും ദൈവം മക്കളാകുവാൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവർ യേശുവിനെ കൈകൊണ്ടിട്ടുണ്ടോ? യേശുവാണോ നമ്മുടെ കർത്താവ്? ആണ് അല്ലേ? ഒന്ന് പറഞ്ഞേ, യേശു എൻ്റെ കർത്താവ് എന്നൊന്ന് പറഞ്ഞേ. യേശു എൻ്റെ കർത്താവ് എന്നൊന്ന് പറഞ്ഞേ. യേശു എനിക്ക് വേണ്ടിയാ മരിച്ചതെന്നൊന്ന് പറഞ്ഞേ. അത് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞേ. യേശു എൻ്റെ കർത്താവ്, യേശു എൻ്റെ കർത്താവ് അല്ലേ? യേശുവിൻ്റെ കർത്താവായിട്ട് മാറുമ്പോൾ ആരായി? നമ്മൾ ദൈവ മക്കളും നീതിമാൻ എന്ന പട്ടികയിലും. പിന്നെ ഒരു വാക്കും കൂടെ ഉണ്ടല്ലോ, 1 കൊരിന്ത്യർ 12:3 പ്രകാരം ഈ പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുണ്ട്? ദൈവരാജ്യമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ?
അല്ലേ? നമ്മൾ ദൈവരാജ്യത്തിലാണെന്ന് കേൾക്കുന്നത് തന്നെ എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ മേൽ ദൈവരാജ്യം ഉണ്ടെങ്കിൽ ഇനി എന്നാ ചെയ്താൽ മതി നമ്മൾ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിലൊന്നായാൽ മതി, അതൊന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ എന്നാ കർത്താവേ, ആ രാജ്യവുമായിട്ട് ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്ത് നിന്നാൽ മതി. ഹല്ലേലൂയ. ബാക്കി ഇതൊക്കെയും ഏതൊക്കെ? നാളത്തേക്കുള്ളത് മുഴുവൻ, ഈ ലോക ജീവിതം വിട്ടാലും അതിലേക്കുള്ളത് മുഴുവൻ. ശരിയാണല്ലോ? അത് നമുക്കിവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ബാക്കി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഒരു ദൈവ മക്കളായിട്ട് ദൈവം മാറ്റിക്കഴിഞ്ഞാൽ അവർക്കുള്ള പ്രിവിലേജസ്, അവർക്ക് ദൈവം എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അത് നമുക്ക് വീണ്ടും പരിചിതമായിട്ടുള്ളൊരു ഭാഗം തന്നെ എടുക്കുവാണ്. 23-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? 23-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, കണ്ടോ? ഓക്കെ, മതി. അപ്പം എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്നാ ചിന്തിക്കേണ്ടത്? യഹോവ എൻ്റെ ഇടയനാകുന്നുവെങ്കിൽ, ഞാൻ ദൈവരാജ്യത്തിലാണെങ്കിൽ, എൻ്റെ പിതാവ് സ്വർഗീയ പിതാവാണെങ്കിൽ എനിക്ക് എന്നാ ഉണ്ടാവുകയില്ല? എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ഹല്ലേലൂയ. എനിക്ക് മുട്ടുണ്ടാവുകയില്ല. പകരം നടക്കുന്നത് എങ്ങനെയായിരിക്കും? പച്ചയായ പുൽപ്പുറത്ത്. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറത്ത്. ഹല്ലേലൂയ. അവിടെ ദാവീദാണ് ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദാവീദ് ആ സങ്കീർത്തനം എഴുതാനായിട്ടൊരു കാരണമുണ്ട്. കാരണം എന്നാണ്? താനൊരു ആട്ടിടയനായിരുന്നു. ഹല്ലേലൂയ. അപ്പം താനൊരു ആട്ടിടയനായിരുന്നുകൊണ്ട് ആ ഒരു ആട്ടിടയൻ എന്നുള്ള ഒരിതും, പിന്നെ ഒരു ആടുകളെ അല്ലേ, താനൊരു ആടാന്നും ദൈവത്തിൻ്റെ ആടായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഒരു ആടിനെ കുറിച്ച് പറയുന്ന ഒരു രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഒരു ആടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധി എന്ന് പറയുന്നത് ഏതാ? പച്ചയായ പുൽപ്പുറമാണല്ലേ? സ്വസ്ഥതയുള്ള വെള്ളമാണല്ലേ? ആണോ? രണ്ടുമാണ് ഒരാടിനെ സംബന്ധിച്ചാൽ. പിന്നെ സുരക്ഷിതമായിട്ടൊരു പാർപ്പിടം, ഇതല്ലേ ഒരാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സമർത്ഥമായിട്ടുള്ളതെന്ന് പറയണത് അല്ലേ? പച്ചയായ പുൽപ്പുറം എന്ന് പറഞ്ഞാൽ വേർഡിന് അർത്ഥം തന്നെ എന്താ കാണിക്കുന്നത്? സമൃദ്ധിയെ കാണിക്കുന്ന. ഹല്ലേലൂയ. ഒരാടിന് ജീവിക്കാൻ ദൈവം തൻ്റെ മക്കളെ നടത്തുന്നത് എങ്ങനെ? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. അപ്പം എന്നെ ദൈവം എങ്ങനെയാണ് നടത്തുന്നത്? പച്ചയായ പുൽപ്പുറങ്ങളിൽ തന്നെ. മീൻസ് സമൃദ്ധിക്കുന്ന വൃക്ഷം പോലെയും ഇല വാടാത്തതും, ഹല്ലേലൂയ, ഏറെ ഫലം കായ്ക്കുന്നതുമായിട്ടുള്ള വൃക്ഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എന്തെങ്കിലും ഒരു കുറവുണ്ടോ അതിന്? അവിടെ ഫല സമൃദ്ധിയാ ദൈവം കാണിക്കുന്നത്. ശരിയാണോ? ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 26 പറഞ്ഞിരിക്കേണ്ടത്, നിങ്ങളെ എന്തിനാ യേശുവിനെ ഇങ്ങോട്ട് അയച്ചത്? നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കേണ്ടതിന്. അതല്ലേ 3:26 ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ആദ്യമേ, അപ്പോസ്തല പ്രവർത്തികൾ 3:26, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ? നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് യേശുവിനെ അയച്ചത്. അപ്പോൾ യേശുവിനെ അയച്ച് നമ്മളെ അനുഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് മാറണം. ഏതാണ്? നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ തിരിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പാപങ്ങളെ തിരിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? നമ്മളൊന്ന് ഏറ്റു പറയണം. ഹല്ലേലൂയ. ആരാ ഈ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം തരുന്നേ? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വചനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം തന്നിട്ട് അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അതിനെ കഴുകി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് യേശുവിൻ്റെ രക്തം നീതിയുള്ളതും വിശ്വസ്തതയുള്ളതും 1 യോഹന്നാൻ 1:9. ഹല്ലേലൂയ. അല്ലേ? ഈ വചനം അനുസരിച്ച് നമ്മൾ എന്നാ ചെയ്യണ്ടേ? ഏറ്റുപറയണം. അത് ഏറ്റു പറഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതിക്രമത്തിൽ നിന്ന് അങ്ങ് തിരിഞ്ഞു. ഇനി എന്നാ നമ്മെ ദൈവം ചെയ്യുന്നേ? നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്. ഹല്ലേലൂയ. നിങ്ങളെ അനുഗ്രഹിക്കാനാ, നമ്മെ അനുഗ്രഹിക്കാനാ. ഹല്ലേലൂയ.
അല്ലല്ലേ? ഏതൊക്കെ ലെവലിലുള്ള അനുഗ്രഹമാണ് കർത്താവ് ചെയ്തേ, ശരിയല്ലേ? അവൻ പുൽത്തൊട്ടി പിറന്നു, രാജാവായിട്ട് പിറക്കാമായിരുന്നു, ശരിയല്ലേ? എന്നിട്ട് പുൽത്തൊട്ടിയിൽ ദരിദ്രനായി പിറന്നു. ആർക്ക് വേണ്ടിയിട്ട്? 2 കൊരിന്ത്യർ 8:9 പ്രകാരം അവൻ ദരിദ്രനായി തീർന്നു. എന്തിന്? നമ്മളെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കേണ്ടതിന്, ശരിയല്ലേ? അവൻ്റെ പിറവി തന്നെ ദാരിദ്ര്യത്തിലായിരുന്നു. കാരണം എന്തിനാണ്? ആ പിറവിലൂടെ നമുക്ക് ലഭിച്ചത് ഏതാണ്? സാമ്പത്തികമായിട്ടൊരു അനുഗ്രഹം, നമ്മളെ സമ്പന്നരാക്കേണ്ടതിന്. 1. 2, അവൻ ക്രൂശിന്മേൽ തൂങ്ങി. 2ാമത്തെ അനുഗ്രഹം, അല്ലേ? ക്രൂശിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം എന്താണ്? ശപിക്കപ്പെട്ടവൻ. അപ്പം നമ്മൾ ശാപത്തിൻ്റെ കീഴിലായിരുന്നു. എന്ന് മുതലേ ശാപത്തിലായിരുന്ന നമ്മൾ അന്ന് ശപിച്ചത് എന്നാണ്? അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് കിട്ടിയ ശാപമാണ്. ആ ശാപത്തിലായിരുന്ന നമ്മളെ പൂർണ്ണമായിട്ട് വിടുവിക്കേണ്ടതിന്, പരമ്പരാഗതമായിട്ട് കിട്ടിയ ഈ ശാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് ഒരുവൻ വന്നു. അവൻ്റെ പേരാണ് യേശു. ഹല്ലേലൂയ! അവൻ വന്നു ക്രൂശിന്മേൽ തൂങ്ങിയപ്പോൾ എൻ്റെ ആ ശാപം മാറി. 2nd ബ്ലെസ്സിങ്ങാ. ഹല്ലേലൂയ! 3rd എന്നാ സംഭവിച്ചത്? അവൻ്റെ അടിപ്പിണരാൽ ശത്രു രോഗത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തെ കടന്നു പിടിച്ചപ്പോൾ അവൻ്റെ അടിപ്പിണരാൽ എന്നാ ചെയ്തു? നമുക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ! നമ്മുടെ രോഗവും അവൻ മാറ്റി നമ്മളെ അനുഗ്രഹിച്ചു. നമ്പർ 3, ഹല്ലേലൂയ, ശരിയാണോ? നമ്പർ 4 എന്നാ സംഭവിച്ചേ? അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ ഓരോ തുള്ളി രക്തവും അവിടെ പറയുന്നുണ്ട്, ഇനി അതിനകത്ത് രക്തമുണ്ടായിരുന്നില്ല, പകരം വന്നത് വെള്ളമാണ്. ഹല്ലേലൂയ! എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വരെ എന്തായിരുന്നു? നമുക്ക് വേണ്ടി ചൊരിഞ്ഞുവെന്ന് കാണിക്കാനാണ് വെള്ളം ഒഴുകിയെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ! അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട്. ഹല്ലേലൂയ! അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മളൊരു സ്വാതന്ത്ര്യം ലഭിച്ചു നമുക്ക്. ഹല്ലേലൂയ! നമ്പർ 4, ഹല്ലേലൂയ! പിന്നെ എന്നാ സംഭവിച്ചേ? അവൻ്റെ കൈകളും കാലുകളും ആണിമേൽ തറയ്ക്കപ്പെട്ടു. ശരിയല്ലേ? അന്നേരം എന്നാ സംഭവിച്ചേ? അവൻ ബന്ധിക്കപ്പെട്ടപ്പോൾ നമ്മൾ ബന്ധനത്തിൽ നിന്ന് വിമുക്തരാകി. ഹല്ലേലൂയ! എങ്ങനെ? ഈ സാത്താൻ്റെ ഈ അന്ധകാരത്തിൻ്റെ അധിപൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി. എങ്ങനെ? അവൻ ആ ബന്ധനത്തിൽ ആക്കിയപ്പോൾ. ഹല്ലേലൂയ! നമ്പർ 5, നമ്പർ 6, അവൻ്റെ തലമേൽ എന്നെ വെച്ചു? മുൾമുടി അങ്ങ് വെച്ചു. ഹല്ലേലൂയ! ഒരു മുൾക്കിരീടം ധരിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ തലയിൽ ഒരു കിരീടം വെപ്പിക്കാൻ. ഹല്ലേലൂയ! നമ്മുടെ തലയിൽ ഒരു കിരീടം വെപ്പിക്കാൻ. ഏതിൻ്റെ കിരീടം? മാനത്തിൻ്റെ കിരീടം വെപ്പിപ്പാൻ. ഹല്ലേലൂയ! നീതിയുടെ കിരീടം വെപ്പിപ്പാൻ. ഹല്ലേലൂയ! ആ കിരീടം വെച്ചപ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് എന്നാ സംഭവിച്ചേ? നമ്മുടെ തലയൊന്ന് ഉയർന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ വായിച്ചത്. ഹല്ലേലൂയ! അല്ല, ഇങ്ങനെ എഴുതിയത്. എങ്ങനെ എഴുതിയത്? 3-ാം സങ്കീർത്തനം 3-ാം വചനം പറഞ്ഞിരിക്കുന്നു. എന്താണ്? യഹോവ നിൻ്റെ പരിചയം, നിൻ്റെ മഹത്വവും നിൻ്റെ തല ഉയർത്തുന്നവനും അത്രേ. ഹല്ലേലൂയ! എൻ്റെ തല ഉയർന്നത് എപ്പോഴാ? ഹല്ലേലൂയ! അവൻ മുൾമുടി ചൂടിയപ്പോൾ. ഹല്ലേലൂയ! ഇത്രയും വലിയ അനുഗ്രഹം, ഇതാണ് ദൈവത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ! ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇനി നമുക്ക് പ്രാപിക്കാനുണ്ടോ? പറ. ഇനി നമുക്ക് വല്ലതും പ്രാപിക്കാനുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് പറ. ഇല്ല, പറയാനില്ല, ഇല്ല, കിട്ടാനില്ല. ഹല്ലേലൂയ! നിത്യത ഇല്ലേ? സ്വന്തം മക്കളായിട്ട് അവകാശം കിട്ടിയപ്പോൾ അത് നമുക്ക് ഉള്ളതാ പാക്കേജിനകത്ത്. ഹല്ലേലൂയ! അത് ഓൾറെഡി നമ്മൾ പ്രാപിച്ചിരിക്കുന്നവരാ. പിന്നെ ഈ ലോകത്തിലുള്ളതാ. ഹല്ലേലൂയ! ഓൾറെഡി നമ്മൾ നിത്യജീവൻ്റെ അവകാശികളാണ്. അങ്ങനെ അല്ലാത്തവരാരെങ്കിലും ഇരിപ്പുണ്ടോ? ഹല്ലേലൂയ! നമ്മൾ നിത്യജീവൻ്റെ അവകാശികളുള്ള ദൈവ മക്കളായി തീരുമ്പോൾ മുതൽ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാ. ഹല്ലേലൂയ! ഞാൻ ദൈവത്തിൻ്റെ മകനാ. ഈ മകളോ മകനോ ആയി കഴിയുമ്പോൾ നമുക്ക് എന്നാ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ! അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു മുട്ടുമില്ലാതെ. ഹല്ലേലൂയ! ഒരു കുറവുമില്ലാതെ. കാരണം എന്നാണ്? യഹോവ തൻ്റെ മക്കൾക്ക് ഒരു കുറവും വരുത്തുന്നില്ല. ഹല്ലേലൂയ! അതുകൊണ്ടാണ് യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ! അപ്പോൾ ഈ ലഭിക്കുന്നതെല്ലാം, അല്ലേ, കർത്താവ് പറഞ്ഞു എല്ലാ ലെവലിലുള്ള വിടുതൽ നമുക്കുണ്ടെന്ന്, അല്ലേ? ആ ലെവൽ ഏത് മാത്രമാണെന്ന് നമ്മൾ നോക്കാൻ പോവുക. എങ്ങനെ? അല്ലേ?
ഒരു കാര്യം നമ്മൾ പറഞ്ഞു, നമുക്ക് പച്ചയായ പുൽപ്പുറത്ത് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിൽ ദൈവം നമ്മളെ നടത്തുക. ഹല്ലേലൂയ. ഈ നമ്മളെ സമൃദ്ധിയിൽ നടത്തുന്ന ദൈവം അത് ഏത് ലെവൽ വരെ നമ്മെ അനുഗ്രഹിക്കുന്നു പുറത്തൊന്നുമല്ല, ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് നിങ്ങൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം ഒന്ന് എടുത്ത് അറിയാൻ പറ്റും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ആവർത്തന പുസ്തകം 28-ന്റെ 2-ാം വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. 2 മുതൽ 14 വരെ പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്കുള്ള ഒരു അനുഗ്രഹങ്ങൾ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. എന്നാണ്? നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ആദ്യം എന്നാ ചെയ്യണം? നമ്മളൊന്ന് മനസ്സിലാക്കണം, കർത്താവ് നമുക്ക് എന്നൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ മക്കളാണെന്നുള്ള കാര്യം. ശരിയല്ലേ? ഇനി മക്കളാണെങ്കിൽ അമ്മയപ്പന്മാരെ അനുസരിക്കണ്ടേ? ഒരനുസരണമില്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കുന്ന ഒരു കുട്ടിക്ക് തിരിച്ചു നോക്കണില്ല, അപ്പനും അമ്മയാന്നൊട്ട് വിശ്വസിക്കുന്നുമില്ല, അപ്പനും അമ്മയായിട്ടൊന്ന് കരുതുന്നുമില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നിങ്ങളുടെ എന്തെങ്കിലും അവകാശത്തിന് അവകാശമുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും അസറ്റിന് അവകാശമുണ്ടോ? വീട് വിട്ട് ഇറങ്ങിപ്പോയി എവിടെയെന്നോ ഒന്നും അറിയില്ല, മകനാണ് അല്ലെങ്കിൽ മകളാണെന്നുള്ള ഒരു ഇതുമില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ പേരിലുള്ള ഏതെങ്കിലും അസറ്റിന് അവൻ അവകാശമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു ധൂർത്തപുത്രനെ കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ അവനൊരു മിടുക്കനായിരുന്നു. അവൻ അവകാശം മേടിച്ചോണ്ടാണ് പോയെ. ഹല്ലേലൂയ. അവന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, അവൻ്റെ അപ്പൻ എന്നാ ഉണ്ടെന്ന്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. നമുക്ക് അതും അറിയില്ല, അതാ കുഴപ്പം. ഹല്ലേലൂയ. എന്നാ ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മേടിച്ചുകൊണ്ട് പോയി. അവൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ നിന്നവനാ. അവനൊരിക്കൽ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നവനാ. ആ നിന്ന വ്യക്തിയാണ് അതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് അല്ലേ ഈ സാത്താൻ്റെ ആധിപത്യത്തിൽ കിടന്ന അന്ധകാരത്തിലേക്ക് പോയിട്ട്, പക്ഷെ പിന്നെ വന്നത് ഞാൻ എൻ്റെ അപ്പൻ അടുക്കലായിരുന്നപ്പോൾ ഞാൻ എത്ര എനിക്കുണ്ടായിരുന്നു എന്നൊരു ചിന്ത വന്നത്. ശരിയല്ലേ? ആത്മീകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഭൗതികമായിട്ടാണ് കാണുന്നതെന്ന് മാത്രം. ശരിയല്ലേ? ഭൗതികമായിട്ട് നമ്മളവിടെ പറഞ്ഞത് എന്താണ്? ഭൗതികമായിട്ടൊരു അപ്പന് കുറേ സ്വത്തുണ്ടായിരുന്നു, അതിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവൻ കൂട്ടുകാരുടെ കൂടി എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു. പക്ഷെ അവനൊരു ബോധം വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് തിരികെ വന്നു. അത് ആത്മീകമായിട്ടൊന്ന് പറഞ്ഞു വന്നേ. ഒരിക്കൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിൻ്റെ സ്വന്തം മകനോ മകളോ ആയി തീർന്നു. അതിനുശേഷം വീണ്ടും സാത്താൻ്റെ ആധിപത്യത്തിലേക്ക് പോയവരെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. ശരിയല്ലേ? ആധിപത്യത്തിലേക്ക് പോയി ഒരിക്കൽ പിന്നെ മനസ്സിലാക്കി എന്താണ്? എൻ്റെ സന്തോഷവും സമാധാനവും എൻ്റെ സകലതും എവിടെ തന്നെയായിരുന്നു എന്ന് എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ എൻ്റെ അപ്പനോട് ചേർന്ന് നിന്നപ്പോഴാണ് മനസ്സിലാക്കുന്ന നിമിഷം. ഹല്ലേലൂയ. അതിനായി വചനം. ഹല്ലേലൂയ. ആ മനസ്സിലാക്കുന്ന നിമിഷം എന്നാ ചെയ്യുക? തിരികെ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ശീമോനായ പത്രോസ് ഗന്നസരത്ത് തടാകത്തിലൊരു മീൻപിടുത്തം കഴിഞ്ഞേച്ച് എന്നാ പറഞ്ഞു? ഹല്ലേലൂയ. അല്ലേ? അത് ആദ്യമായിട്ട് വന്നതായിരുന്നു. ആദ്യമായിട്ട് വന്നപ്പോൾ ആ പെരുത്ത മീൻകൂട്ടം കണ്ട് ശൂന്യമായിട്ട് പടകിൽ പടക് നിറച്ചൊരു പെരുത്ത മീൻകൂട്ടം കണ്ടിട്ടാണ് ഈ യേശുവിനെ പിൻപറ്റിയത് ശീമോനെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലുമല്ല. പെരുത്ത മീൻകൂട്ടം കണ്ടിട്ടാണ് ഈ മാതിരി കർത്താവിനോട് കൂടി നിന്നെങ്കിൽ അന്ന് എന്നാ ചെയ്തേനെ? അന്ന് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി അല്ലേ അത് കൊടുത്തപ്പോൾ ആ ഭക്ഷിച്ച മുഴുവൻ പേരും യേശുവിൻ്റെ പുറകെ നിന്ന് മാറാതെ നടക്കുമായിരുന്നല്ലോ. അല്ലേ? നിൻ്റെ കൂടെ ഞാനും മരിക്കാൻ റെഡിയാന്ന് പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഒരിക്കലും ആ പെരുത്ത മീൻകൂട്ടം ആ ബോട്ടെ കയറിയപ്പോഴല്ല, ആ വലയിൽ കയറിയപ്പോഴല്ല, അതിന് പകരം ഒരു വേടുണ്ട് അതിനകത്ത്. ഹല്ലേലൂയ. എന്നാണ്? കർത്താവേ, നീ എന്നെ ഒന്ന് വിട്ടുപോ, ഞാനൊരു പാപിയാന്ന്. ഹല്ലേലൂയ. ആ പെരുത്ത മീൻകൂട്ടം കണ്ട് വല കീറാറാവുമാറ് ഈ പെരുത്ത മീൻകൂട്ടം വന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കാരണം എന്നാണ്? നിൽക്കുന്നത് ആരാ ആജ്ഞാപിച്ചത്? ആരുടെ ശബ്ദമാണ് കേട്ടെ? കർത്താവ് യേശുവിൻ്റെ ശബ്ദം തന്നെയാണ് കേട്ടെ. യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ ആദ്യം പറയുന്ന വാക്കിതാണ്, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി,
ഞാനൊരു പാപിയാ, നിന്റെ അടുക്കിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെയാണ് അങ്ങനെ പറഞ്ഞവൻ എന്നാ ചെയ്യുകയില്ല, പിന്നെ പോവുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഡെയിലി പറയുന്നവൻ എന്നാ ചെയ്യുകയില്ല, പിന്നെ പോവുകയില്ല, പിന്നെ അപ്പൻ്റെ കരത്തേലായിരിക്കും എപ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവൻ എന്നായിരിക്കും സംഭവിക്കുന്നത്? തീക്കട കടന്നാലും വെള്ളത്തീക്കട പോയാലും മുങ്ങിപ്പോവില്ല, വെന്തു പോവില്ല, അവൻ അപ്പൻ്റെ കരത്തിൽ തന്നെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പാപമില്ല എന്ന് നിന്ന് പറയുന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ വഞ്ചിക്കുന്നെന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവശബ്ദം കേട്ട് ദൈവത്തെ പ്രമാണിച്ച് നീ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല, കേട്ട് അനുസരിച്ചാൽ. ഹല്ലേലൂയ. കേൾക്കുക മാത്രമല്ല, അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്കുണ്ടാകും. സിദ്ധിക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഏതൊക്കെ ഉണ്ടാകുമെന്നാണ് എഴുതിയേക്കുന്നത്? ഇനി ഒരു ലിസ്റ്റിങ് തന്നേക്കോട്ടെ, ഒരു ടേബിളാവിടെ. ഹല്ലേലൂയ. ഏതൊക്കെ ലെവലിൽ നീ അനുഗ്രഹിക്കപ്പെടും, അതും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ്. ഏതാണ്? പട്ടണത്തിൽ നീ, ഹല്ലേലൂയ, നീ എങ്ങനെയായാലും എന്നാണ് നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എങ്ങനെ നോക്കിയാലും നിനക്ക് അനുഗ്രഹം മാത്രമേ ഉള്ളൂ. പട്ടണത്തിലാണോ അനുഗ്രഹം, നീ വയലിലാണോ അനുഗ്രഹമാണ്, നിന്റെ ബിസിനസ് മേഖലയാണോ അനുഗ്രഹം, ജോലി മേഖലയാണോ അനുഗ്രഹം, ഹല്ലേലൂയ, നിന്റെ ശുശ്രൂഷയാണോ അതും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആ മേഖലകളിലൊക്കെ നീ അനുഗ്രഹിക്കപ്പെടും. ഇനി അതും പോരാഞ്ഞിട്ട് എന്നാ പറയുവാണ്? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. തലമുറയും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കോട്ടയും മാവ് കുഴയ്ക്കുന്ന തോട്ടിയും അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാഗ്ദത്തം ഒന്ന് നോക്കിക്കേ. അകത്തേക്ക് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തേക്ക് പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും. ചുമ്മാ നോക്കതിനകത്ത് എന്നാ പറഞ്ഞേക്കുന്നതെന്ന്. എന്നാണ്? നീ അകത്തേക്ക് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ ചെന്ന് കയറിയാലും അവിടെ അനുഗ്രഹം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഒരു ഭവനത്തിൽ കയറിക്കേ, അവിടെ അനുഗ്രഹമാണ്. ഒരു പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, കയറിയ ചെന്ന വീട്ടുകാരും അറിയുണ്ടാവില്ല അവിടെ ഒരു അനുഗ്രഹമാണ്. കാരണം എന്നാണ്? നിങ്ങൾ ചെന്ന് കയറിയപ്പം മുതലേ അവരുടെ ഓരോ കെട്ടഴിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അത് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അകത്തേക്ക് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ നീ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോയാലും ആ അനുഗ്രഹം നിലനിൽക്കുകയല്ല എന്ന് പറയുന്നില്ലല്ലോ. പറയുന്നത് പ്രാർത്ഥിച്ച് ഇറങ്ങി പോകുമ്പോൾ മുതൽ അവിടെ അനുഗ്രഹം സ്റ്റാർട്ട് ചെയ്തു. ഹല്ലേലൂയ. അവർക്കൊരു ഡോർ അവിടെ ഓപ്പൺ ചെയ്തു. അത് ചിലപ്പോൾ നിസ്സാരമാണെങ്കിൽ അറിയല, പക്ഷെ അത് വലിയൊരു സാരമായിട്ടൊരു കാര്യമാണെങ്കിൽ അവർ ഉടനെ വിളിച്ചു പറയും, അതൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. കർത്താവ് കേട്ടു. ശരിയാണോ? ശരിയാണ്. സാക്ഷ്യമായിട്ട് മാറും. ഹല്ലേലൂയ. ശരിയാണ്. അപ്പോൾ അകത്തേക്ക് വന്നാലും അനുഗ്രഹിക്കപ്പെടും, പുറത്തേക്ക് പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് പിന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത്? നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഹല്ലേലൂയ. നമ്മോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ തോൽപ്പിക്കുമാറാക്കും എന്നാട്ടോ വചനം. ഹല്ലേലൂയ. തോൽപ്പിക്കാൻ നോക്കരുത്. ഹല്ലേലൂയ. തോൽപ്പിക്കാൻ നോക്കുന്നത് നമ്മുടെ ശത്രു ആരാണ്? നമ്മളോട് എതിർക്കുന്ന മനുഷ്യനാണോ? അല്ല. ഹല്ലേലൂയ. നമ്മുടെ ശത്രു ആരാന്ന് എഫെസ്യർ ലേഖനം 6:12 പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് വായിച്ചേ. എഫെസ്യർ ലേഖനം 6:12 പറഞ്ഞു. നമുക്ക് ശത്രുത്വമുള്ളത് കണ്ടോ, ജഡരക്തങ്ങളോടല്ല, ലോകത്തിലെ ദുഷ്ടാത്മസേനയോട് മാത്രമേ. ഹല്ലേലൂയ. അപ്പം നമുക്ക് ശത്രുത്വമുള്ളത് ഈ മനുഷ്യരോടൊന്നും അല്ല. ഹല്ലേലൂയ. പിന്നെ നമ്മളെങ്ങനെ തോൽപ്പിക്കും? ഹല്ലേലൂയ. നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ട് തോൽപ്പിക്കണ്ട. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർ എന്താവുന്ന പറഞ്ഞേക്കുന്നേ? യഹോവ
ശത്രുക്കളെ നിന്റെ മുമ്പിൽ തന്നെ തോൽപ്പിക്കുമാറാക്കും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ തന്നെ തോൽപ്പിക്കുമാറാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വചനം പറഞ്ഞിട്ടുണ്ട്. എന്നാണ് 23-ാം സങ്കീർത്തനം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ തോൽപ്പിക്കുമാറാക്കും. എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? അവർ ഒരു വഴിയായിട്ട് നിന്റെ നേരെ വരും. വരികയില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ശത്രു എപ്പോഴും ആരെ വിഴുങ്ങേണ്ടു എന്ന പോലെ, എന്നാണ് അലറുന്ന സിംഹം പോലെ ഏത് സമയത്തും നമ്മുടെ പുറകെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് എപ്പോഴും പുറകെ ഉണ്ടാവും. എന്നാലും അത് ഒരു വഴിയായിട്ട് നമ്മുടെ നേരെ വന്നാലും എങ്ങനെയാ അതിൻ്റെ പോക്ക്? 7 വഴിയായിട്ട് നിന്റെ മുമ്പിൽ നിന്ന് വരുന്നത് പതുക്കെയാണെങ്കിലും ഓടുന്നത് വേഗത്തിലാ. ഹല്ലേലൂയ. കാരണം എന്നാണ്? വചനം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനം 4:6 പ്രകാരം എന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് കീഴടങ്ങുവിൻ, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്ലേ, ദൈവത്തിന് കീഴടങ്ങുന്നതിന് സാത്താനോട് എതിർത്ത് നിൽക്കുക എന്ന് പറയണത് അല്ലേ? അല്ലാണ്ട് പ്രത്യേകിച്ച് എതിർത്ത് നിൽക്കാൻ വല്ലതും ഉണ്ടോ? ഒറ്റ വാക്ക്, ദൈവത്തിന് ഞാൻ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലതും ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ അത് സാത്താനോടുള്ള എതിർത്ത് നിൽപ്പ് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം എന്നാ സംഭവിക്കുന്നേ? അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. എങ്ങനെ പോകുന്നേ? ഓടിപ്പോകുന്നു. അപ്പം നിന്റെ നേരെ വരുന്നത് ഒരു വഴിയായിട്ട് എങ്ങനെയാണെങ്കിലും തിരിച്ചുള്ള പോക്കൊരോട്ടം ആരുടെ? ശത്രുവിൻ്റെ. ഹല്ലേലൂയ. എങ്ങനെയുള്ളവർക്ക്? യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർക്ക്. ഹല്ലേലൂയ. വാക്ക് കേട്ട് അനുസരിച്ചാൽ, ഹല്ലേലൂയ, അതൊരു വഴിയായിട്ട് നിൻ്റെ നേരെ വരും, 7 വഴിയായിട്ട് നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. പിന്നെയും പറഞ്ഞിട്ടുണ്ടല്ലോ, യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും. എന്നെ വലിയൊരു പ്രിവിലേജാന്ന് നോക്കിക്കേ. നീ എന്നാ തൊട്ടാലും അത് അനുഗ്രഹമാണ്, നീ എന്നാ ചെയ്താലും അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആർക്കത്? ദൈവരാജ്യം ഉള്ളിലുള്ളവർക്ക്. ഹല്ലേലൂയ. ദൈവരാജ്യം ഉള്ളിലുള്ളവർക്ക്. ഹല്ലേലൂയ. ദൈവരാജ്യം ഉള്ളിലുള്ളവർ കേട്ടനുസരിക്കുന്നവരായിരിക്കും. കാരണം എന്നാണ്? അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും, അവരതനുസരിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്കുള്ള പ്രിവിലേജ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ളവർക്കുള്ള പാക്കേജാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഹല്ലേലൂയ പറയാമോ? ഇതിനൊക്കെ ഹല്ലേലൂയ നമ്മൾ പറയണ്ടേ? കാരണം എന്നാണ്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗം യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും നീ മറക്കരുത്. കാരണം ഇത്രയും വലിയൊരു പാക്കേജാണ് ദൈവം തന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി അവിടെ കൊണ്ട് നിർത്തണ്ടോ? നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ ഏത് ദേശത്തായാലും നീ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ശരിയാണോ? ശരിയാണോ? ഒരാമേൻ പറഞ്ഞേ. ആമേൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നാ ഉണ്ടാകും? നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുക. എന്ന് പറഞ്ഞാൽ 2 മുതൽ 8 വരെയുള്ള വാക്ക് പറഞ്ഞേക്കുക. 8 വരെയുള്ള വചനങ്ങൾ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെയുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുവാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. എപ്പോ? നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ. യഹോവ നിന്റെ ഇടയനാണെങ്കിൽ, മുന്നമേ നീ രാജ്യവും നീതിയും അന്വേഷിച്ചെങ്കിൽ, ആ മുന്നമേ നീ ദൈവരാജ്യത്തിലാണെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഇങ്ങനെ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനാണ് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചത്. അതിനു മുമ്പ് നീ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തിരിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ അനുഗ്രഹിക്കേണ്ടതിന്. ഇങ്ങനെ മാത്രമാണോ? അല്ല. താഴത്തേക്ക് വായിച്ചു നോക്കി അടുത്തത് അറിയാൻ പറ്റും അല്ലേ? കാരണം എന്നാണ്? ഇവിടെ പറഞ്ഞേക്കുവാണേണ്ട, നിൻ്റെ ദൈവമായ 9 കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടു കേട്ടോ. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുക. എന്നെ റിപ്പീറ്റ് ചെയ്തേക്കണേ? നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ. വീണ്ടും പറഞ്ഞേക്കുക. മേളി പറഞ്ഞിട്ടില്ലേ വാക്ക് കേട്ട് നീ അനുസരിച്ചാൽ നിനക്കതൊക്കെ ഉണ്ടാകുമെന്ന്? ശരിയല്ലേ? അവിടുത്തെ വേർഡ് ഏതാണ്? നിനക്കുണ്ടാകും.
ശരിയല്ലേ എന്നുള്ള വേർഡ് കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പതേ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്നു. ഈ വാക്ക് കേട്ട് അനുസരിച്ചാൽ, അല്ലെ അവൻ്റെ പ്രമാണിച്ച് ഈ കൽപ്പനകളൊക്കെ തന്നേക്കുന്ന, ദൈവം തന്നേക്കുന്ന കൽപ്പനകളൊക്കെ പ്രമാണിച്ചങ്ങ് നടന്നാൽ നിനക്ക് എന്നാ ലഭിക്കുമെന്ന്? യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. പദവിയാ. ഹല്ലേലൂയ. ആദ്യം നിനക്കിതൊക്കെ ഉണ്ടാവുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് നിന്നെ അടുത്ത പൊസിഷനിലേക്ക് ഇരുത്തുക. ഇറ്റ്സ് പ്രൊമോട്ടഡ്. ഹല്ലേലൂയ. ഒരു പ്രൊമോഷൻ തരുക അല്ലേ? ഏത് ഉദ്യോഗത്തിൽ കയറിയാലും കുറേ നാൾ കഴിയുമ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടുമല്ലേ? ശരിയാണോ അല്ലേ? ഇനിയിപ്പോൾ എനിക്കൊക്കെ പ്രൊമോഷൻ തരുന്നത് എന്തായിട്ടായിരിക്കും? പ്രിൻസിപ്പളായിട്ടായിരിക്കും പ്രൊമോഷൻ വരുന്നത്. ശരിയല്ലേ? ഒരു ഉദ്യോഗത്തിൽ കയറി കുറേ നാൾ അതനുസരിച്ച് അല്ല, ഞാൻ കുറേ നാൾ കഴിയുമ്പോൾ അത് റിസൈൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് അവിടെ ഒരു പ്രൊമോഷൻ ഉണ്ടോ? ഇല്ല. പക്ഷേ ആ പോസ്റ്റിൽ തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരുന്നാൽ എനിക്ക് അടുത്ത പൊസിഷനായി. ശരിയാണോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിൽ നിന്ന് റിസൈൻ ചെയ്യാതെ ഈ വാക്ക് കേട്ട് അനുസരിച്ച് പോയിക്കൊണ്ടിരുന്നാൽ എനിക്ക് അടുത്ത പൊസിഷൻ തരുക. എന്നാ പൊസിഷൻ? വിശുദ്ധ ജനമെന്ന പദവി. 1 പത്രോസ് 2:9 പ്രകാരം. ഹല്ലേലൂയ. എന്നെ പറഞ്ഞേക്കുന്നേ, ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക് വിളിച്ചവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട, ഹല്ലേലൂയ, ഒരു ജാതിയാ നിങ്ങൾ, സ്വന്തം ജനമാ നിങ്ങൾ, രാജകീയ പുരോഹിത വർഗമാ നിങ്ങൾ, വിശുദ്ധ വംശമാ. ഹല്ലേലൂയ. ഈ പൊസിഷനൊക്കെ ദൈവം നമുക്ക് തന്നേക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ ഇടയ്ക്ക് റിസൈൻ ചെയ്യരുത്. കിട്ടിയേക്കണ പണി തുടർന്നുകൊണ്ടിരുന്നാൽ ചിലർ റിസൈൻ ചെയ്യും. കാരണം എന്നാണ്? 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ, റിസൾട്ട് വന്ന വരെ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും പറയും, കൊച്ചിനെ പ്രാർത്ഥനയ്ക്കും കൊണ്ടുവരും, കൊച്ച് പ്രാർത്ഥിക്കാനും വരും. റിസൾട്ട് വന്ന് ഫുൾ A+ കിട്ടിയ, ഞാനൊരു അധ്യാപിക ആയതുകൊണ്ടാണ് ഈ ഭാഷ പറയുന്നത് കേട്ടോ, കുട്ടികളെ ബേസ് ചെയ്ത് പറയുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യവും പറയും, എല്ലാം കഴിയും. ആ അനുഗ്രഹം അവിടെ പ്രാപിച്ചു. കാരണം 10ാം ക്ലാസ്സിലെ ഫുൾ A+ കർത്താവിന് പൂർണ്ണ മഹത്വം. ആ കുട്ടിക്കല്ല, തീർച്ചയായിട്ടും അല്ല, കർത്താവിന് പൂർണ്ണ മഹത്വം. ശരിയല്ലേ? കാരണം യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമായിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോഴേ ഫുൾ A+. ഹല്ലേലൂയ. അങ്ങനെ ഫുൾ A+ആയിട്ട് ഈ കുട്ടി അങ്ങ് പോവും. +2 ജോയിൻ ചെയ്യും. പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, കൊച്ച് എന്തിയേ? കൊച്ച് ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. ഹല്ലേലൂയ. ശരിയല്ലേ? കൊച്ചിന് എൻട്രൻസ് കോച്ചിങ് ആണ്. ഒത്തിരി പഠിക്കാനുണ്ടെന്നേ. 10ാം ക്ലാസ്സിലെ പോലെ ഒന്നുമല്ല. അതിൻ്റെ 3 ഇരട്ടി പോർഷൻ ഉണ്ട്. ഞാനൊരു +2 അധ്യാപിക ആയതുകൊണ്ട് വ്യക്തമായിട്ട് പറയാം, 3 ഇരട്ടി പോർഷൻ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പം പക്ഷെ പ്രമാണിച്ച് നടന്നാൽ ഇവിടെ +2 ഫുൾ A+ കർത്താവ് കരുതി വെച്ചേക്കുന്നത്. നാളേക്കുള്ളത് കരുതി വെച്ചേക്കുന്നത് ഫുൾ A+. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെയും കരുതി വെച്ചേക്കുന്ന ഒരു എൻട്രൻസിൽ നല്ലൊരു സ്കോറാണ്. ഹല്ലേലൂയ. പിന്നെയും കരുതി വെച്ചേക്കുന്ന ഒന്നില്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ മെഡിസിനുള്ള അഡ്മിഷനാണ്. ഹല്ലേലൂയ. ഇതെല്ലാം കരുതി വെച്ചേക്കുന്ന കൊച്ചിനെ എന്നാ ചെയ്തേക്കുന്നു? ആ പ്രമാണിച്ച് നടക്കുന്നതെന്ന് ഞങ്ങൾ റിസൈൻ ചെയ്യിച്ചു. ഹല്ലേലൂയ. കാരണം ഈ കൊച്ച് അടുത്ത പൊസിഷനിലേക്ക് എത്തേണ്ടതാ. ആ പൊസിഷനിൽ എത്തിക്കാതെ കൊച്ചു പറഞ്ഞു, ഹല്ലേലൂയ, അവകാശമൊക്കെ പ്രാപിച്ചു, എന്നാൽ പിന്നെ ഇച്ചിരി കൂട്ടും കൂടി നടന്നേക്കാന്ന് മറ്റേ ധൂർത്തപുത്രം കണ്ട പോലെ, ഹല്ലേലൂയ, ഒന്നങ്ങ് പിന്തിരിഞ്ഞു. ശരിയാണോ? പക്ഷേ അത് കർത്താവിന് അറിയാമായിരുന്നു ഇങ്ങനെയാ മക്കളെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഏതൊരപ്പനും ഇങ്ങനെ ഒരു കടിഞ്ഞാണ്ടിട്ടിട്ട് മക്കളെ ഇങ്ങനെ കൊണ്ടുവന്ന് നടക്കുന്നത്. കാരണം എന്നാണ്? അവർക്കറിയാം ഇത് എപ്പോൾ വേണമെങ്കിലും തെറ്റാന്ന്, അല്ലേ? തെറ്റായ ഒരു കൂട്ടുകെട്ടെങ്ങാനും പെട്ടിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴുത്തേക്കട ഇടുക കടിഞ്ഞാണ്, എന്നിട്ട് വലിയ തുടങ്ങും. ശരിയല്ലേ? ചിലത് ആ കഴുത്തേക്കട ഊരി പുറത്തേക്ക് പോവും, ചിലത് അതിൽ തന്നെ നിൽക്കും. ശരിയാണോ? ഹല്ലേലൂയ. അപ്പോൾ എന്നെ സംഭവിക്കുന്നത് എന്താണ്? ഈ പറയണേ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കാണ്ട് പോകുമെന്ന്. കാരണം നാളത്തേക്കുള്ളത് ദൈവം കരുതിയിട്ട ഈ കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. കാരണം എന്നാണ്? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുഴുവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാന്ന് എഫെസ്യർ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്നെ ഞാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തിരിക്കുന്ന. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പ് പ്രകാരമുള്ള വാഗ്ദത്തമാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ഇതൊന്ന്
ജസ്റ്റ് പ്രാപിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നീക്കം ഏതാണ്? എങ്ങനെ ഇതിൽ നിന്ന് മാറി അങ്ങ് പോവാന്നുള്ളതാണ്. അത് പോവാതിരിക്കാൻ വേണ്ട കർത്താവ് പറഞ്ഞേക്കുന്ന ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീണ്ടും പറഞ്ഞു, ഇനി നിനക്കിതൊക്കെ പ്രാപിച്ചില്ലേ, നിനക്ക് 10ാം ക്ലാസ്സിൽ 10 ഫുൾ A+ കിട്ടിയില്ലേ, ഇനി നീ പ്രമാണിച്ച് നിന്നാൽ, ഹല്ലേലൂയ, ഇപ്പം നീ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചില്ലേ, അതുകൊണ്ട് നീ ഇനി ഇതിൽ തന്നെ പ്രമാണിച്ച് നിന്നാൽ ഫസ്റ്റ് പദവി അല്ലേ, ആദ്യത്തെ പൊസിഷനിലേക്ക് വന്നു. ഏതാണ് ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത്? വിശുദ്ധ ജനമാകും. ഈ വിശുദ്ധ ജന പദവിയിലേക്ക് വരുമ്പോൾ എന്നാണെന്നറിയാമോ സംഭവിക്കുന്നത്? അടുത്ത സെൻറ്റൻസ് ഉണ്ട്, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതിയും കണ്ട് നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. ശരിയാണ്. ഇപ്പം ഞാൻ മാർബേസ് സ്കൂളിലെ ചുമ്മാ ഒരു ടീച്ചർ മാത്രമാണ്, അല്ലേ, ഒരു +2 പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നെ കാണുമ്പോൾ എന്നാ ചെയ്യും, ഞങ്ങളിപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ആപ്പേ, അതിപ്പോൾ അത്യാവശ്യം പേരൻസിനൊക്കെ മനസ്സിലാവുണ്ടാവുമായിരിക്കും, അല്ലേ. ഒരു ഫ്രണ്ട്ലി അപ്രോച്ചേ കുട്ടികളോട് പാടുള്ളൂ ഞങ്ങൾക്കിപ്പോൾ. അപ്പം അങ്ങനെ ഒരു അപ്രോച്ചാണ്. പക്ഷേ ആ ഫ്രണ്ട്ലി അപ്രോച്ചുമായിട്ട് പ്രിൻസിപ്പൾ നിന്നാലോ, ഹല്ലേലൂയ, പ്രിൻസിപ്പളിന് ഒരു ഇത്തിരി ഭയം അല്ലെങ്കിൽ സ്കൂള് കുളം തോണ്ടും. ശരിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ അടുത്ത പദവിയിലേക്ക് വരുമ്പോൾ കുട്ടി എന്നെ ആയും ഒരു ഇത്തിരി പേടിക്കും. ശരിയല്ലേ? ഇപ്പോൾ കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിപ്പ് കൊണ്ടുപോകും കുട്ടികൾ. അപ്പോൾ ട്രിപ്പ് കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഫ്രീ ആയേ പറ്റുള്ളൂ, അല്ലേ, നമുക്കതാണ്. അപ്പോൾ കുട്ടികളുടെ കൂടെ വലിയ കാര്യത്തിൽ അവരവിടെ കടന്ന് തുള്ളും ഇത് ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടുകയല്ല. ഈ സമയത്ത് ക്ലാസ്സിലെങ്ങാനും ആണെങ്കിൽ ഇച്ചിരി പതുക്കെ പറയാൻ പാടില്ലടാ, നിനക്കൊക്കെ ഇത്ര ഉറക്കെ പറയണേ എന്തിനാന്നൊക്കെ നമ്മൾ ബഹളം വെച്ചേച്ച് നമ്മൾ ഈ ടൂർ അങ്ങ് പോയി കഴിയുമ്പോൾ ഇവർ ഉറക്കെ കടന്ന് കൂവുമ്പോഴും ലാസ്റ്റ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെയും കൂവാനുള്ളതാട്ടോ, അതുകൊണ്ട് ഇച്ചിരി പതുക്കെയൊക്കെ കൂവിയാൽ നന്നായിരുന്നു, നാളെ വലിയ സ്വരം പോവും നിങ്ങളെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വെച്ചാൽ സ്കൂളിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ ചില പിള്ളേരുണ്ട് വന്നിങ്ങനെ തോണ്ടും, ടീച്ചറെ അന്ന് അയ്യോ ഞങ്ങൾ കൈയടിച്ച് ടീച്ചർ ഓർക്കണം എന്നത്. കാരണം എന്നാ, ഇനി അത് പ്രൊമോട്ട് ചെയ്ത ഇവൻ പിന്നെ എന്നാ എന്ത് ഈ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പിന്നെ അവൻ്റെ തലയിൽ അല്ലേ പിന്നെ നമ്മൾ എന്നാ പറയണത്, പിന്നെ അവനെ നമ്മൾ അനുസരിച്ചോണം പിന്നെ ഞങ്ങൾ. കാരണം എന്നാ, ടൂർ വന്ന 4-5 ദിവസം നമ്മൾ അനുസരിച്ചത് അവനെ അല്ലേ, അവൻ കിടന്ന് തുള്ളിയിപ്പോൾ നമ്മൾ ഓക്കെ ആയിക്കോട്ടെ എല്ലാ രീതിയിലും ടീച്ചറെ അത് മേടിക്കണം എനിക്ക്, ഓക്കെ പുറകെ പോകണം, ഇത് മേടിക്കണം എനിക്ക്, ഓക്കെ അത് പുറകെ പോകുന്നു, ഇങ്ങനെ പുറകെ നടന്നനുസരിച്ച് ഇനി സ്കൂളിൽ വന്നിട്ട് തിരിച്ചു അതേ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്നാ ചെയ്യും, പിന്നെ ആ കൊല്ലം മുഴുവൻ അവനനുസരിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാ സംഭവിക്കും, തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നോടെ സ്ട്രിക്റ്റ് ആവും, അല്ലേ എന്ന് പറഞ്ഞ പോലെ. അത് എന്തുകൊണ്ടാണ്? അന്നേരം ഒരു ചെറിയ ഇതവിടെ വന്നു. കാരണം തിരിച്ചു വന്നപ്പോൾ ഞാൻ ടീച്ചർ എന്ന പൊസിഷനിലേക്ക് വന്നു, ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പൊസിഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് പൊസിഷനാണ് തന്നേക്കുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധ ജനം, ചുമ്മാ പൊസിഷനൊന്നും അല്ലാതെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിശുദ്ധ ജനം എന്ന പൊസിഷൻ നമുക്ക് ദൈവം തന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന ഭൂമിയിലുള്ള സകല ജാതിയും. ആരായി ജാതി? ശത്രു. ഹല്ലേലൂയ, അല്ലേ? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോവുകയല്ലെന്നാ വചനം പറഞ്ഞേക്കുന്നത്, ശരിയല്ലേ? പ്രാർത്ഥനയും ഉപവാസവും ചെയ്യുമ്പോൾ ഏത് ജാതിയാണ് നീങ്ങി പോകുന്നേ? നമ്മുടെ അടുത്ത് കിടക്കുന്ന വേറെ ജാതികളാണോ? ഒരിക്കലും അല്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ജാതി ഏതാ ജാതി? അന്ധകാര ശക്തിയുടെ ജാതി. അന്ധകാര ശക്തികൾ പ്രാർത്ഥനയും ഉപവാസവും നടത്തുമ്പോൾ ഇതെന്നാ സംഭവിക്കും? അതങ്ങോട്ട് നീങ്ങിപ്പോവും, മാറിപ്പോവും. ഹല്ലേലൂയ. അവിശ്വാസം എന്ന ജാതി അതങ്ങ് മാറിപ്പോവും. അതാ പ്രാർത്ഥനയിലും ഉപവാസത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ജാതിയൊക്കെ നിന്നെ കണ്ട് ഭയപ്പെടുമെന്ന്. ഭയം ഉണ്ടെങ്കിൽ അവൻ അടുത്ത് വരാൻ പറ്റുമോ നമ്മുടെ? അപ്പോൾ വിശുദ്ധ ജനം എന്ന പദവി കിട്ടിക്കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ജാതി ഇച്ചിരി മാറി നിൽക്കും. മനസ്സിലായോരൊരു ഹല്ലേലൂയ കേട്ടെ. ഇനി ഹല്ലേലൂയ കേൾക്കട്ടെ എന്ന് ഞാൻ പറയുകയില്ല കേട്ടോ. കാരണം എന്നാ, ഇത്രയും വലിയൊരു പദവിയാണ് ദൈവം തന്നേക്കുന്നതെന്ന് പറയുമ്പോൾ താനെ അങ്ങ് കൈ പൊക്കണ്ടേ ഹല്ലേലൂയ എന്ന് പറയാനായിട്ട്. ഹല്ലേലൂയ. അത്രയും വലിയൊരു പദവിയാണ്. പിന്നെ സാത്താന് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല, അതിന് ഭയമാണ്. ഹല്ലേലൂയ. കാരണം എന്നാണ്? യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു സിംഹം ആ കാട്ടിലെ രാജാവ് എന്ന് പറയണത്. അതുകൊണ്ട് ഈ രാജാവിനെ കണ്ടാൽ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ അടുത്തേക്ക് വരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ സാത്താൻ എന്നാ ഒരു അലറുന്ന സിംഹം പോലെ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഈ പോലെയുള്ളവൻ സിംഹത്തിൻ്റെ അടുത്ത് വരുമോ?
വരികയില്ല. അപ്പോൾ ഒരു വിശുദ്ധ ജനപദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രിവിലേജ് എന്താണ്? സാത്താൻ പിന്നെ അടുക്കുകയില്ല. ഹല്ലേലൂയ. കാരണം എന്നാ, സാത്താൻ കാണുന്നത് നമ്മുടെ ചുറ്റും ഒരു വേലി പോലെ, യോബിനെ സംരക്ഷിച്ച പോലെ ഒരു വേലി പോലെ നിൽക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. അത് കണ്ട അവൻ എന്നാ പേടിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ രക്തത്തിൻ്റെ സംരക്ഷണം നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ. ഇനി നോക്കിക്കോട്ടോ, അതും കൊണ്ടും തീരുന്നില്ല. എന്നാണ്? നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിൻ്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം എന്നാ പറഞ്ഞു? ഇതൊക്കെ പറഞ്ഞതല്ലേ, നിൻ്റെ ഗർഭഫലം, കന്നുകാലികളുടെ ഫലം, നിലത്തിലെ ഫലം എല്ലാം നിനക്ക് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞതല്ലേ അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നേ? വേർഡ് മാറി. ആദ്യം നിനക്ക് എന്നാ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നിനക്കുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ വേർഡ് എന്നാ പറഞ്ഞേക്കുന്നത്? നിനക്കതിനകത്തൊക്കെ സമൃദ്ധി ഉണ്ടാവും. ഹല്ലേലൂയ. അവിടെ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, നിനക്കത് അന്നന്നത്തേക്കുള്ളത് അല്ലെങ്കിൽ ജസ്റ്റ് എന്നുള്ളത് പോകുന്നല്ല പറഞ്ഞത്, നിനക്ക് സമൃദ്ധി നൽകും. ഹല്ലേലൂയ. സമൃദ്ധി നൽകും. ആ സമൃദ്ധി നൽകാൻ ദൈവം നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് എന്താണെന്ന് നോക്കിയേ. തക്ക സമയത്ത് ദേശത്തിന് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ ഭണ്ഡാരമായ ആകാശത്തെ തുറക്കും. ഹല്ലേലൂയ. കണ്ടാ? അപ്പം നീ അനുഗ്രഹമാണെങ്കിൽ ദേശത്തിലെ ആഹാരത്തെ തക്ക സമയത്ത് മഴ നൽകാനായിട്ട് തുറക്കും. ഹല്ലേലൂയ. അപ്പം തക്ക സമയത്തല്ല, മഴ ഇത്തിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നം എവിടെയാ? ഹല്ലേലൂയ. മഴ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ സമൃദ്ധി വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവം ആകാശത്തെ തുറക്കാതിരുന്നാലും തുറന്നു പോയാലും പ്രശ്നം എവിടെയാ? 2 ദിനവൃത്താന്തം 7:15, 14, 13, 14 ഒന്ന് വായിച്ചു നോക്കി, അവിടെ കിടപ്പുണ്ടത്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 7:13, 14. കണ്ടോ? അപ്പം തക്ക സമയത്ത് നിനക്ക് സമൃദ്ധി ലഭിക്കേണ്ടതിന് തക്ക സമയത്ത് ആകാശത്തെ തുറക്കുകയോ അല്ലെങ്കിൽ തുറക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ എന്താ ചെയ്യേണ്ടത്? നീ നിൻ്റെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് നീ നിൻ്റെ പാപങ്ങളെ, ദേശത്തിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഞാൻ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നേ? ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തുന്നു. അങ്ങനെയല്ലേ സഹോദരി? അല്ലേ? ദേശത്തിന് സൗഖ്യം വരുത്തുന്നു. ഹല്ലേലൂയ. അപ്പം ദേശത്തിന് സൗഖ്യം ഇല്ലാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറവ് എവിടെയാ? ഭൂമിയുടെ ഉപ്പാകുന്നെന്നും പറഞ്ഞ് വിശുദ്ധ ജനപദവിയും തന്ന് ഇരുത്തിയേക്കുന്ന നിങ്ങളെ തന്നെ താഴ്ത്തിയിട്ടില്ല, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്നിട്ടില്ല. ഹല്ലേലൂയ. തിരിച്ചറിയേണ്ടത് ജാതി കാണിക്കുന്നതിനോ മറ്റുള്ളവർ കാണിക്കുന്നതോ അല്ല. നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മെ തന്നെ. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് ദൈവ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മുഖത്തെ താഴ്ത്തി പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ തുറക്കും കർത്താവ്. ഹല്ലേലൂയ. അല്ലേ? ശരിയല്ലേ? ഒരാളാണ് അത് ചെയ്തത്. ഏതാണ്? അല്ലേ? ഒരു വ്യക്തിയാ ആ ഒരു മുഴുവൻ ദേശത്തിന് വേണ്ടിയിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത്. എന്താണ്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്തിന് മഴ പെയ്യരുതെന്ന്. ഹല്ലേലൂയ. ആര് പറഞ്ഞു? ഏലിയാവ് പറഞ്ഞു. അവിടെ നിന്നു ആകാശം അവിടെ അടച്ചു. കാരണം എന്നാ? നീതിമാൻ പറയുന്നതിന് ദൈവത്തിന് മാറ്റമില്ല. നീതിമാൻ എന്ത് പറയുന്നോ വാക്ക് കേട്ട് നീ അനുസരിച്ച് വിശുദ്ധ പദവിയിലേക്ക് നീ വന്നാൽ, നീതിമാൻ എന്ന പദവിയിലേക്ക് വന്നാൽ, പിന്നെ അവൻ്റെ വാക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നവൻ, അവൻ്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പറയുന്ന ഉറപ്പായിട്ട് അവനും കേൾക്കും. ഹല്ലേലൂയ. അല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞ എൻ്റെ വചനം നിന്നിലും അല്ലേ ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്ത് നിങ്ങൾക്ക് തരാന്ന്. ഹല്ലേലൂയ. ശരിയല്ലേ? നിങ്ങൾ ഭൂമിയിൽ ഐക്യമെത്തിപ്പെട്ട് ചോദിക്കുന്നത് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഇതൊക്കെയല്ലേ വചനത്തിൽ വചനത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഞാനിതൊന്നും പറഞ്ഞേക്കണ അല്ലാണോ? അല്ല, ഇതൊക്കെ വചനത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുവാണ്, മഴ പെയ്യരുത് കർത്താവേ, പെയ്യുകയില്ല. മഴ പെയ്യണം കർത്താവേ, പെയ്യും. ഹല്ലേലൂയ. ശരിയല്ലേ? അതല്ല അതിനർത്ഥം.
ഏലിയാവ് നമ്മൾ അതിനകത്ത് കർമ്മേൽ പർവ്വതത്തിൽ നമ്മൾ അതല്ലേ കണ്ടത് അല്ലേ? അടയ്ക്കാൻ പറഞ്ഞു, അടച്ചു. തുറക്കാൻ പറഞ്ഞു, തുറന്നു. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വചനമാണ്. ഹല്ലേലൂയ. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ നീതിമാന്മാരുടെ വെട്ടുകയിലേക്ക് വിശുദ്ധ ജന പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൽപ്പിക്കുന്നോ അതവിടെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ വിശുദ്ധ ജന പദവിയിലേക്ക് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്തൊരു ഡോർ അങ്ങ് ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. അല്ലേ? ആ ഡോറിനെയാണ് എന്നാന്ന് വിളിക്കുന്നത്? സമൃദ്ധിയുടെ ഡോർ എന്ന് പറയണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? ആ ഡോർ അങ്ങ് ഓപ്പൺ ചെയ്യും. അങ്ങനെ നിന്റെ വേലൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശത്തെ തുറക്കും. അതുകൊണ്ട് നീ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. നീ വായ്പ വാങ്ങാൻ ഇടവരികയില്ല. ഹല്ലേലൂയ. കാരണം വിശുദ്ധ ജന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നിൻ്റെ കൈ കിട്ടുന്നത് നിനക്ക് സമർത്ഥമായിട്ട് വിളമ്പിക്കൊടുക്കാൻ അറിയാമെന്ന്. ഹല്ലേലൂയ. പദവിയിൽ എത്തുന്നതിന് മുമ്പ് കൊടുത്താൽ നീ അതും കണ്ട് നേരെ പോകുന്നത് പണ്ട് ധൂർത്തപുത്രം പോയ പോലൊരു പോക്കായിരിക്കും. ഹല്ലേലൂയ. നിനക്കുണ്ടാകുമ്പോൾ അല്ലേ? കാരണം അപ്പൻ്റെ കയ്യിൽ നിന്ന് എല്ലാം മേടിച്ചൊരു പോക്ക് പോയി അവൻ, പക്ഷെ ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു വന്നു. പക്ഷെ നീ വിശുദ്ധ ജന പദവിയിലേക്ക് എത്തിയതിന് ശേഷമാണ് അത് കിട്ടുന്നതെങ്കിൽ നിന്റെ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? ഹല്ലേലൂയ. നല്ലൊരു രീതിയിലുള്ളൊരു വിളമ്പായിരിക്കും അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ വിശുദ്ധ ജന പദവി നിനക്ക് എത്തിക്കഴിയുമ്പോൾ ആകാശത്തിലെ ഭണ്ഡാരമൊക്കെ തുറക്കുന്ന. ഹല്ലേലൂയ. നമുക്കായിട്ട് എല്ലാ ലെവലിലും നമുക്കത് പറയാം, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും. ഹല്ലേലൂയ. ശരിയല്ലേ? ശരിയല്ലേ? എത്രയോ പേര് വചനം കേട്ടതാ, പക്ഷേ ഹല്ലേലൂയ ഈ വചനം കേട്ടവരൊന്നും എന്തായില്ല? കൈക്കൊണ്ടില്ല. പക്ഷെ നല്ല നിലത്ത് വീണ വിത്ത് എന്തായി? 100 മേനി വിളഞ്ഞു. ഹല്ലേലൂയ. കാരണം നല്ല നിലത്ത് വീണ വേത്ത് അവിടെ കിടന്ന് വളർന്ന് നല്ല അല്ലേ നല്ല ഫലം കായ്ച്ചു. 100 മേനി അത് വിളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇതതിന് മുമ്പായിരുന്നെങ്കിലോ അല്ല, ഇച്ചിരി മുള്ളൊക്കെ ഉണ്ടായിരുന്ന കാരണമുണ്ട് ആ മുള്ളിനോട് ചേർന്ന് അങ്ങ് നിന്നു. കള വന്നപ്പോൾ കളയോട് കൂടെ അങ്ങ് നിന്നു. ഹല്ലേലൂയ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കോംപ്രമൈസ് കർത്താവിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കളയോട് ചേർന്ന് നിൽക്കാനല്ല, നിന്നെ വിശുദ്ധ ജന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കള മാറി നിൽക്കും, മുള്ളങ്ങ് മാറി നിൽക്കും. ഹല്ലേലൂയ. പിന്നെ അല്ലേ അന്നേരം അല്ലേ അതുവരെ മുള്ള് നിൻ്റെ കൂടെ കാണും. പക്ഷേ വിശുദ്ധ ജന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നത്തിന് നിൽക്കാൻ പറ്റില്ല, ശത്രുവിന് നിൽക്കാൻ പറ്റില്ല. അവൻ നിന്നെ കണ്ട് ഭയപ്പെടുക. പിന്നെ എങ്ങനെയാണ് നിൻ്റെ കൂടെ നിൽക്കുന്നേ? ഹല്ലേലൂയ. ഭയമുള്ളവൻ നമ്മുടെ കൂടെ നിൽക്കുമോ? നിൽക്കുകയില്ല. അപ്പോൾ പിന്നെ അതങ്ങ് മാറി കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധ ജന പദവിയിലേക്ക് ആയി കഴിയുമ്പോൾ പിന്നെ കർത്താവിനറിയാതെ കൊടുക്കുന്നത് എന്താവുന്നു. ഹല്ലേലൂയ. വചനമാണെങ്കിലും വളർന്നു കഴിഞ്ഞാൽ സമർത്ഥമായിട്ട് കൊടുക്കും. ഹല്ലേലൂയ. അത് സാമ്പത്തികമാണെങ്കിൽ സമർത്ഥമായിട്ട് കൊടുക്കും. ആരോഗ്യമാണ് ദൈവം വർദ്ധിപ്പിച്ചതെങ്കിൽ കർത്താവിനായിട്ട് സമർത്ഥമായിട്ട് കൊടുക്കും. ഹല്ലേലൂയ. എല്ലാ ലെവലിലുള്ള സമൃദ്ധി ദൈവം നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന് വേണ്ടി, അവൻ്റെ രാജ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. അവൻ്റെ രാജ്യത്തിൽ സമ്പന്നത ഉണ്ടാകേണ്ടതിനായിട്ട്. അവൻ്റെ രാജ്യത്തിലുള്ള സമ്പന്ന എന്നാൽ നമ്മൾ കൊടുക്കുന്ന പൈസയാണോ? ഒരിക്കലുമല്ല. ഒരു ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അനുസരിച്ച് എന്നെ പറഞ്ഞേക്കുന്നത്, മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം. നിങ്ങൾ സന്തോഷിപ്പിൻ എപ്പോഴും ഞാൻ പറയുന്നു അല്ലേ? നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരിക്കണം, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ മനുഷ്യർ നിങ്ങളെങ്ങനെ സന്തോഷിപ്പിക്കണം എന്നാണ് ദൈവം വിചാരിക്കുന്നതെങ്കിൽ ദൈവത്തിലുള്ള സന്തോഷം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്ര ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. ഹല്ലേലൂയ. അതുപോലെ തന്നെ അയച്ചവനിൽ വിശ്വസിച്ച് എന്ത് ചെയ്യുക? മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ. ഹല്ലേലൂയ. എങ്ങനെ? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കാണുമ്പോൾ സ്വർഗത്തിലൊരു ഹല്ലേലൂയ ഉയരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പാപിയെ ചൊല്ലി ഒരു സന്തോഷം. എന്നിട്ട് അവിടെ കിടന്ന് ദൂതന്മാർ ചോദിക്കുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ അവൻ്റെ കൂടെ. ഹല്ലേലൂയ. കാരണം എന്നാണ്? നിങ്ങളെ സേവിക്കാനിരിക്കുന്ന സേവാത്മാക്കളല്ലയോ ദൂതന്മാർ. അവിടെ കോമ്പറ്റീഷനാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ നടക്കണത് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കോമ്പറ്റീഷനാണ്. ഹല്ലേലൂയ. കാരണം എന്നാണ്? ഞാൻ പോവാം. ശരിയല്ലേ? ദൂതന്മാർ നമ്മളെ സേവിക്കാൻ നിൽക്കുന്നവരാ. ഹല്ലേലൂയ. അതുപോലൊരു പ്രിവിലേജാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്?
ഈ സമൃദ്ധി നിനക്ക് തരും, നീ ഒട്ട് മേടിക്കുകയില്ല, കൊടുക്കുന്നത് ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു കേട്ടോ. ഹല്ലേലൂയ. 13 വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഫുൾ സ്റ്റോപ്പ് ഇട്ടു. കാരണം എന്നാണ്? സമൃദ്ധി വന്നു കഴിയുമ്പോൾ ദൈവത്തിന് അറിയാം, വീണ്ടും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഒന്നോടെ ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുത്തില്ല എങ്കിൽ ശരിയല്ലേ, വീണ്ടും ഇവർ തെറ്റിപ്പോകുന്നു. കാരണം എന്നാണ്? കൃഷിഫലത്തിൽ ആകാശത്തിലെ ഭണ്ഡാരം എല്ലാം തുറന്ന് എന്നാ ചെയ്തു? സമൃദ്ധിയായിട്ട് അങ്ങ് അനുഗ്രഹിച്ച് അല്ലേ, നല്ല വിളവ് കിട്ടി അല്ലേ, നല്ലൊരു വിളവും കിട്ടി. ദേ വരുന്നു കാർഷിക അവാർഡ് പുറകെ വരുന്നു അല്ലേ. കാർഷിക അവാർഡ് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറയും, എന്തൊക്കെയായിരുന്നു താങ്കൾ വളമിട്ടത്? ഞാൻ ഇന്ന വളമിട്ടു, ഞാൻ ഇന്ന ഇറിഗേഷൻ കൊടുത്തു, ഇന്ന വിത്ത നട്ടത്, അതുകൊണ്ട് സമൃദ്ധിയായിട്ടിങ്ങ് ഫലം കായ്ച്ചു അല്ലേ. ശരിയാണ്. പക്ഷെ കർത്താവ് എന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്കാണോ മഹത്വം? ഞാൻ ചെയ്തതാണോ? നടുന്നവനാലും അല്ല. ഹല്ലേലൂയ അല്ലേ. അല്ലേ, വളം കൊടുക്കുന്നവനൊന്നല്ല, വളർത്തുമാറാക്കുന്നത് കർത്താവത്രേ. ഹല്ലേലൂയ. വളർത്തുന്നത് കർത്താവ്. അല്ലാണ്ട് നീ തക്ക സമയത്ത് ആ വളം കൊടുത്തോണ്ടും ഈ മാതിരി ഇറിഗേഷൻ കൊടുത്തോണ്ടും ഈ വിത്ത് എങ്ങാണ്ട് അങ്ങ് കൊണ്ടുവന്ന് നട്ടതുകൊണ്ടൊന്നും അല്ല അവിടെ 100 മേനി കാച്ചത്. ദൈവത്തിൽ അനുസരിച്ച് നിന്നുകൊണ്ടാ നിനക്ക് ആ സമൃദ്ധി ആ വയലിൽ കണ്ടത്. ഹല്ലേലൂയ. പക്ഷെ ഈ സമൃദ്ധി വന്ന് കഴിയുമ്പോൾ ജനം പറയുന്നവരുണ്ട്, എൻ്റെ മിടുക്ക്. കാരണം എന്നാണ്? സമൃദ്ധി വന്നു കഴിയുമ്പോൾ നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്നേരം എന്നാ പറഞ്ഞോണം? 14-ാം വചനം. ഹല്ലേലൂയ. എന്താണ്? ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ, ഹല്ലേലൂയ, ഈ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും കർത്താവിനോട് പറയാ, കർത്താവേ നിന്റെ അറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇതാ നിങ്ങൾ പാടുന്നതെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധി ലഭിച്ചിരിക്കുന്നത് ആത്മാവിലാണോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലാണോ നിങ്ങൾ വളർന്നേക്കുന്നത്? ആത്മീക അനുഗ്രഹത്താലാണോ നിങ്ങൾ വളർന്നേക്കുന്നത്? അപ്പോഴും പറയുക, എൻ്റെ യോഗ്യതയല്ല എൻ്റെ അപ്പ, നീ എനിക്ക് തന്ന ഗിഫ്റ്റാ, കൃപയാ 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 ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവർക്കുള്ളതാ എന്നാണ്? നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. അതാ അബ്രഹാം ചെയ്തേ. ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി വന്നപ്പോഴും എന്ത് ഉയർച്ച വന്നപ്പോഴും അബ്രഹാം ഒരുവനിലേക്ക് മാത്രമേ നോക്കിയോളൂ. അതാ ഇയ്യോബ് ചെയ്തത്. എന്ത് ഉയർച്ച വന്നപ്പോഴും എന്ത് താഴ്ച വന്നപ്പോഴും ഒരുവനിലേക്ക് മാത്രമേ നോക്കിയോളൂ. ഹല്ലേലൂയ. ശരിയാണോ? അതുകൊണ്ട് അവനെല്ലാം തിരിച്ചെന്നാ വന്നു? സമൃദ്ധിയായിട്ട് തന്നെ വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം അവർക്കൊരുറപ്പുണ്ടായിരുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുകയില്ലെന്ന്. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്ക് മാറുകില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. വാക്ക് മാറുകയില്ലെന്ന് വിശ്വസിച്ച ഒരുവനുണ്ടായിരുന്നു. അവനാ ഇപ്പം ഫാദർ ഓഫ് ഫെയ്ത്ത് എന്നറിയപ്പെടുന്ന അബ്രഹാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം എന്താണ്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എത്ര കൊല്ലമാണ്, ശരിയല്ലേ? ആശയോടെ വിശ്വസിക്കാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. വിശ്വസിക്കാനായിട്ട് തൻ്റെ ശരീരത്തിലെ നിർജീവത്വം അറിഞ്ഞിട്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച ഒരുവനെയാ എന്നാ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് അതുപോലെ വിശ്വസിക്കുന്നവൻ. കാരണം എന്നാ? അതിനു മുമ്പ് ഇഷ്ടം പോലെ പ്രതിസന്ധികൾ വന്നു.
ശരിയല്ലേ? തൻ്റെ ഭാര്യ പോലും സഹോദരിയാന്ന് തള്ളിപ്പറയേണ്ട വന്നു. ശരിയല്ലേ? അതുപോലൊരു പ്രതിസന്ധി വന്നിട്ട് പോലും ഹല്ലേലൂയ, പക്ഷേ വിശ്വസ്തനായിട്ട് ദൈവത്തോടുകൂടി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നിന്നതുകൊണ്ട് ഹല്ലേലൂയ അവൻ വാഗ്ദത്തം മുഴുവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോടും ദൈവം പറഞ്ഞേക്കുവാണ്. എഫെസ്യരുടെ ലേഖനത്തിനകത്ത്, ഗലാത്യരുടെ ലേഖനത്തിനകത്തൊക്കെ എന്നാ പറഞ്ഞേക്കുന്നേ? ക്രിസ്തുയേശുവിലൂടെ നിങ്ങൾക്ക് ഈ അനുഗ്രഹം ഏതിലൂടെ? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നെന്ന്. ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങളെ? അബ്രഹാമിന് ദൈവം കൊടുത്തേക്കുന്ന അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലാണോ? അബ്രഹാമിന് കൊടുത്ത അതേ അനുഗ്രഹങ്ങൾ നിങ്ങളും പ്രാപിക്കും. ഹല്ലേലൂയ. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമായി കൊടുത്തിരിക്കുന്ന ഉയർച്ച തന്നെ പ്രാപിച്ചു, താഴ്ച പ്രാപിച്ചതേ ഇല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നേക്കുന്ന സ്കെയിൽ, അളവ് കോല, അനുഗ്രഹത്തിന് ദൈവം വെച്ചേക്കുന്ന അളവ് കോല ആരെന്ന് പറയണത്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ, ഇസ്രായേലിൻ്റെ ദൈവം എന്നാണ് നമ്മൾ പറയുന്നത്. ശരിയാണോ? ശരിയാണോ? ഹല്ലേലൂയ. അപ്പം ആർക്കുള്ളതാ അത്? ക്രിസ്തുയേശുവിലുള്ളവർക്ക് ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം. ഹല്ലേലൂയ. ആരെ പോലെ? അബ്രഹാമിന് ലഭിച്ച ഒരു അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പറയണതൊക്കെ അത് വായിക്കുമ്പോൾ നമ്മൾ എന്നാ പറഞ്ഞാൽ മതിയപ്പേ? ആമേൻ, ആമേൻ, ആമേൻ. ശരിയല്ലേ? ഇതൊക്കെ ഞാൻ പ്രാപിക്കും. കാരണം ക്രിസ്തു യേശുവിലുള്ളവർക്ക് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. ഇത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയ്ക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം എല്ലാം നമ്മൾ പ്രാപിക്കുമോ ഇല്ലയോ? പ്രാപിക്കും എന്നുള്ളവർ ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ഈ അതൊക്കെ കണ്ടോണ്ട് പാടിയത് എന്നാണ്? എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഹല്ലേലൂയ. അല്ലേ? അല്ലേ? അപ്പോൾ ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുക. പ്രോമിസസ്, ദൈവം തരുന്ന പ്രോമിസസ് എല്ലാം നിറവേറും. ആമേൻ. ഈ വാഗ്ദത്തം എല്ലാം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ശത്രു ഒരു വഴിയായിട്ട് വരുമെന്നൊരു വാക്കുണ്ടല്ലേ? ഇല്ലേ? വാഗ്ദത്തം നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു ഒരു വഴിയായിട്ട് വരുമെന്നൊരു കാര്യം ഉണ്ടോ? അങ്ങനെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിയാണല്ലോ? ആ വഴി വന്നാൽ നമുക്ക് എന്നായിരിക്കും ദൈവം തരുന്ന പ്രൊട്ടക്ഷൻ എന്നും കൂടെ ഒന്ന് നോക്കണ്ടേ? ഹല്ലേലൂയ. അതിന് വീണ്ടും എടുത്തേ 23-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം. എന്തിനാ ഈ കുട്ടികളെ കൊണ്ട് 23-ാം സങ്കീർത്തനം മുഴുവൻ പറയിച്ച് ആമേൻ പറയിക്കുന്നതെന്ന് അറിയാമോ? ഇതൊക്കെ നീ പ്രാപിക്കണം. ഇത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, അതെല്ലാം നീ പ്രാപിക്കണം. ഹല്ലേലൂയ. അത് ഇച്ചിരേ മുതലേ പറഞ്ഞു തുടങ്ങിയാൽ അതൊക്കെ പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് 23-ാം സങ്കീർത്തനത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് എന്നെ പറഞ്ഞേക്കുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതങ്ങളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിലായിരുന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ശരിയല്ലേ? കൂരിരുട്ടത്ത് നിൽക്കുന്ന ആ ആടുകൾക്ക് വലിയ പേടിയുണ്ടോ? ആ വെള്ളം കുടിക്കാനായിട്ട് ആ അരുവിയിലേക്ക് പോണ സമയത്ത് ഏതെങ്കിലും ആടിന് വലിയ പേടിയുണ്ടോ? എന്നാൽ അവിടെ നിൽക്കുന്ന കാട്ടുമൃഗങ്ങളൊക്കെ പോണേ എന്നാ പോക്കാന്നറിയാമോ? പോണ പോക്കിൽ അതിന് പേടിയാ. ചെന്ന് വെള്ളം കുടിക്കാൻ നേരത്തെ അതിന് പേടിയാ. അത് തല ഒന്ന് മുത്തും തിരിഞ്ഞു നോക്കും, പുറകെ വലിയ സിംഹമോ കടുവയോ അല്ലേ നിൽക്കണ്ടോന്നൊന്ന് തിരിഞ്ഞു നോക്കും. എന്നിട്ടാ പാവം അതിനൊന്ന് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ തൻ്റെ യജമാനൻ്റെ കൂടെ പോണ ആട് ഏതെങ്കിലും തരത്തിൽ ഒരു അധൈര്യം ഉണ്ടോ? അത് പോയി സ്വസ്ഥമായിട്ട് നിന്ന് വെള്ളം കുടിക്കും, പോരും. ഹല്ലേലൂയ. കാരണം ഈ ആടിനറിയാൻ തൻ്റെ യജമാനൻ പുറകിലുണ്ട്. ശത്രുവല്ല പുറകെ, മുമ്പിലാണ്. തൻ്റെ യജമാന പുറകിലെന്ന്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇതിനെ രാത്രി ഉറക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കൂരിരുട്ടത്ത് അല്ലേ വീടുണ്ടാക്കിയിട്ട് അതിനകത്താണോ ഇതിനെ കിടത്തുന്നത്? പൂട്ടിക്കൊണ്ട് പോവുകയാണോ ചെയ്യുന്നതിനോ? ആ കാട്ടിൽ പ്രദേശത്ത് തന്നെ എന്നാ ചെയ്യുന്നു? ഒരു കൂരിരുട്ടത്ത് നിർത്തിയിട്ട് ഈ യജമാനൻ ചെന്ന് ഉറങ്ങുക. പക്ഷേ ഈ ആടിനൊരറപ്പുണ്ട്, ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിൽ വരും, ഒന്നു കരഞ്ഞാൽ അവൻ എൻ്റെ മിഴി തുടയ്ക്കും. ഹല്ലേലൂയ. ഇതാർക്കുറപ്പുണ്ട്?
ഈ ആടിന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആ ഉറപ്പുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിച്ചാൽ എൻ്റെ കർത്താവ് വിളിപ്പുറത്തുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ നിങ്ങൾക്ക് അബ്രഹാമിൻ്റെ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കും. ആമേൻ, ഹല്ലേലൂയ. എന്താ അബ്രഹാമിനുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത്? ഈ പ്രൊട്ടക്ഷനുകളെ, ഈ സംരക്ഷണങ്ങളെ. ആ സംരക്ഷണം ഏത് ലെവലിലാണെന്നത് ഇവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു, ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ സൂചിപ്പിച്ച് വെച്ചേക്കുവാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ്? നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. 5:23 സങ്കീർത്തനം 23:4 പറഞ്ഞിരിക്കുവാണ്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, അല്ലേ? വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊഴുക്കിയിരിക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഈ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. ഹല്ലേലൂയ. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് നമുക്ക്? ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് തന്നെ പറഞ്ഞേ, വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, അല്ലേ? ശത്രു. അപ്പം നമുക്ക് ഈ വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്, ശത്രു നമ്മുടെ നേരെ വരും, പക്ഷേ യഹോവയെ തോൽപ്പിക്കാറാക്കുന്നത് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശത്രു ഏതൊക്കെ രീതിക്കണം നമ്മളെ ആക്രമിക്കാമെന്ന്. വടിയും കോലും നമ്മുടെ രണ്ട് സൈഡിലും ഇരിക്കുമെന്ന് വിചാരിച്ചോ. ഈ സൈഡിൽ വടി ഇരിക്കണ കണ്ട പിന്നെ ശത്രു, കാരണം ഇവിടെ ഒരു ആയുധം ഇരിക്കുവോ, ശത്രു ഈ സൈഡിലൂടെ ആക്രമിക്കുമോ? ശരിയല്ലേ? പിന്നെ ഇത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ അവിടെ എന്നെ ഇരിക്കുക, കോലിരിക്കുക. ശത്രു ഈ സൈഡിൽ കൂടെ വന്ന ആക്രമണം ഉണ്ടാവുമോ? വരികയില്ല. പിന്നെ നോക്കിയപ്പോൾ നിന്റെ ശത്രുക്കൾ മുമ്പാകെ ഒരു മേശ ഒരുക്കുക. ഈ മേശയുടെ ഇപ്പുറം നിന്ന ഈ ശത്രുവിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതിന് ഇപ്പുറം നിൽക്കുന്ന ഇവിടെ ഒരു നല്ല വിരുന്ന് ഒരുങ്ങിയേക്കണ ഈ ശത്രുവിനെ ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഇവിടെ ഒരു വിരുന്ന ഒരുക്കിയേക്കുന്നത്, ശരിയല്ലേ? വിരുന്ന് ഒരിക്കലും ഇങ്ങനെ എയറിലല്ലോ ഒരുക്കുന്നത്, എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ടേബിളിലാണ് ഒരുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിൻ്റെ മുമ്പിൽ എന്നാ കിടക്കുക? ഒരു ടേബിൾ കിടക്കുക. ഈ പ്രൊട്ടക്ഷൻ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ മുമ്പിൽ നിന്ന് വന്ന് ആക്രമിക്കാൻ പറ്റൂല, 3 സൈഡിൽ നിന്ന് നടക്കുകയില്ല. എന്നാൽ പിന്നെ മേളിൽ നിന്ന് ആക്രമിക്കാൻ ഓർത്തപ്പോൾ നിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തേക്കുക. ഹല്ലേലൂയ. ആ അഭിഷേകമാണ് നിൻ്റെ തലയിലിരിക്കുന്നത്. ആ അഭിഷേകം ഉള്ളവനെ തൊടാൻ പറ്റുമോ? ഹല്ലേലൂയ. പറ്റുകയില്ല. പിന്നെ ഒരു സൈഡുള്ള ബാക്കിൽ നിന്ന് ദേ കിടക്കുന്നു നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുക. പുറകം ദൈവം നിനക്ക് തന്നേക്കുന്ന നന്മയും അവൻ്റെ കരുണയും കിടക്കുക. തൊടാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ചുറ്റും. അതുകൊണ്ടാണ് യഹോവ പറഞ്ഞ, യഹോവ തൻ്റെ ഭക്തനെ പാളയം ഇറങ്ങി വിടുവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ തൻ്റെ ഭക്തനെ സകലത്തിൽ നിന്ന് വിടുവിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടോ, നമുക്ക് ചുറ്റും പാളയമാണ്. അവരെനിക്ക് ചുറ്റും പരിചയം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ യുദ്ധമുറകളുടെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? പക്ഷേ സങ്കീർത്തനം 3:3 എന്നാ പറഞ്ഞേക്കുന്നത്, അവരെനിക്ക് ചുറ്റും പരിചയമാണ്. ഹല്ലേലൂയ. വടിയും കോലും ടേബിളും തലയിൽ അഭിഷേകവും പുറകിൽ കരുണയും. ഹല്ലേലൂയ. എല്ലാം എനിക്ക് ചുറ്റും പരിചയം. എൻ്റെ മഹത്വം അവൻ. ഹല്ലേലൂയ. എൻ്റെ തല ഉയർത്തുന്നവനും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ചുറ്റും പരിചയമായി കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നത്? അവനങ്ങ് തല ഉയർത്താൻ തുടങ്ങും. ആരെ? യോസഫിനെ മാനിച്ചതുപോലെ. ഹല്ലേലൂയ. അബ്രഹാമിനെ മാനിച്ചതുപോലെ. ഹല്ലേലൂയ. യാക്കോബിനെ മാനിച്ചതുപോലെ. ഹല്ലേലൂയ. യൗസേപ്പിനെ മാനിച്ചതുപോലെ. ഹല്ലേലൂയ. ഇയ്യോബിനെ മാനിച്ചതുപോലെ, ദാവീദിനെ മാനിച്ചതുപോലെ. വെറും ആട്ടും കൂട്ടത്തിൽ കടന്ന ഇയ്യോബിന് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് ജനങ്ങളോട് സംസാരിക്കണം? ഒരു രാജാവായിരിക്കാൻ മിണ്ടാപ്രാണികളായ കുറേ ആട്ടും കൂട്ടങ്ങളെ പോറ്റി പുലർത്തിയതോ? എന്നാൽ ഈ രാജകൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ബാക്കി ചേട്ടന്മാർ 7 എണ്ണം രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവ് ചെയ്യുന്നതൊക്കെ കണ്ടൊരു പ്രാക്ടീസ് ഉണ്ട്, അല്ലേ? ശരിയല്ലേ? അല്ലേ? ഇയ്യോബിൻ്റെ പ്രൊമോഷൻ നിസ്സാര പ്രൊമോഷൻ ആയിരുന്നില്ല. ഹല്ലേലൂയ. അല്ല, ദാവീദിൻ്റെ പ്രൊമോഷൻ. ഹല്ലേലൂയ. അല്ലേ? ഒരു നിസ്സാര പ്രൊമോഷൻ ആയിരുന്നില്ല, അല്ലേ? ഇപ്പം ഞങ്ങൾക്കൊക്കെ പ്രൊമോഷൻ തന്നത് സ്കൂളിൽ പഠിപ്പിച്ച് പ്രൊമോഷൻ ആ പ്രൊഫഷനിൽ തന്നെ നിന്നിട്ടാ പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ. പക്ഷേ ഇയ്യോബിൻ്റെ പ്രൊമോഷൻ നിസ്സാര പ്രൊമോഷനായിരുന്നു. ഹല്ലേലൂയ. ആടിൻ്റെ കൂടെ നടന്നവൻ രാജകൊട്ടാരത്തിലേക്ക്. ഹല്ലേലൂയ. രാജകൊട്ടാരത്തിൽ നിന്ന് അടുത്ത സിംഹാസനത്തിലേക്ക്. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ വന്നപ്പോഴും ഭരിക്കാനൊന്നും ആയിരുന്നില്ല, ചുമ്മാ വീണ വായിച്ചുകൊണ്ടിരിക്കാനാ. ഹല്ലേലൂയ. അല്ലേ? കിന്നരം വായിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ പൊസിഷൻ കിട്ടിയത്. പക്ഷെ കിന്നരം വായനക്കാരൻ ആരായി? അപ്പം കിന്നര വായനക്കാരനാണ് രാജാവായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് ലാസ്റ്റ് കൊണ്ടെന്ന് പറഞ്ഞത് 150 സങ്കീർത്തനത്തിൽ കൊണ്ടെന്ന് പറഞ്ഞേക്കണേ, പ്ലീസ് നിങ്ങളൊന്ന് സ്തുതിക്ക്, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തുതിപ്പിൻ, അവൻ്റെ വീരപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, കൈത്താളത്തോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ച നാദത്തോടെ അവനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. എന്നിട്ടൊരു വാക്ക്, നൃത്തത്തോടെ അവനെ സ്തുതിപ്പിൻ. ഇത്രയും പറഞ്ഞിട്ട് പറയൂ കേട്ടോ, ഇനിയെങ്കിലും ജീവനുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന്. ഹല്ലേലൂയ.
ഞാനും പറയുക, ജീവനുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കർത്താവ് നമ്മളോട്. ദാവീദ് നമുക്ക് കാണുന്ന മാതൃക. കാരണം ദാവീദിനറിയാം, കാട്ടിക്കിടന്ന ഒറ്റ കാര്യം ചെയ്തോളൂ. അവൻ തൻ്റെ സർവ്വ അന്തരംഗവും ഉപയോഗിച്ച് അവൻ തൻ്റെ, അല്ലേ, ശരിക്കും പറഞ്ഞാൽ ദാവീദിനെ ഈശായും തൻ്റെ സഹോദരന്മാരും ഒത്തിരി കളിയാക്കിയിരുന്നു. നിന്നെ ആട് മേയ്ക്കാനേ കൊള്ളാമുള്ളൂ, അതുകൊണ്ടാണ് അവിടെ വിടുന്നതെന്ന്. ചെറുപ്പം മുതലേ ഇത് കേട്ട ദാവീദിനെ സംബന്ധിച്ച് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണൂലേ, തിരിച്ച് ഇതിനകത്ത് ഒരാടെങ്കിലും നഷ്ടപ്പെട്ടത് ചെന്ന് കഴിഞ്ഞാൽ അപ്പം പറയും, നിന്നെ അതിനും കൊള്ളൂലല്ലോടാന്ന് പറയല്ലേ. അപ്പം അതുകൊണ്ട് മിണ്ടാപ്രാണികളെ മേയ്ക്കാൻ വയ്ക്കണേ, അതിനെങ്കിലും സുരക്ഷിതമായിട്ട് തിരിച്ച് വീട്ടിലെത്തിച്ച് അവിടെയെങ്കിലും എനിക്കൊരു പേര്, അല്ലേ, ഈ ചേട്ടന്മാരെ പോലെ പൊട്ടൻ എന്നൊരു പേര് ചേട്ടന്മാരെ വിളിക്കുന്ന പോലെ കേൾപ്പിക്കരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് കാട്ടിക്കിടന്ന് എന്നാ ചെയ്തു, ഒന്നങ്ങോട്ട് പാടാൻ തുടങ്ങി. എന്നാണ്, നീ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും എൻ്റെ ഉപനിധിയും, ഹല്ലേലൂയ. ഇതങ്ങ് പാടാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ ആടുകൾക്ക് മുഴുവൻ ഒരു സംരക്ഷണം കൊടുത്തു. വടിയും കോലും മേശയും കരുണയും നന്മയും അഭിഷേകവും എല്ലാം കൊടുത്ത് ദാവീദിനെ ഒരുങ്ങ് നടത്തി. ഹല്ലേലൂയ. ഒറ്റയാട് നഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ കാര്യവിചാരകൻ. ആരെ അല്പത്തിൽ വിശ്വസ്തൻ? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന താലന്ത് ഏതാണോ അതിനകത്ത് നാം വിശ്വസ്തനായിട്ട് നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊട്ടാരത്തിലേക്ക്. ഹല്ലേലൂയ, അല്ലേ. ദൈവം തന്നെ അഭിഷേകം ചെയ്തതല്ലേ ശൗലിനെ. പക്ഷെ ശൗല് വിശ്വസ്തനായില്ല, അല്ലേ. അല്ലാണ്ട് ശൗലിന് ഉണ്ടായിരുന്ന ആ ഒരു ഇതനുസരിച്ചിട്ടുള്ള, അല്ലേ, എന്നാ പറയണത്, ഓർഡർ അനുസരിച്ച് വന്നതാണോ രാജാവായിട്ട്? ഇല്ല, ആദ്യത്തെ രാജാവാണ്. ദൈവം തന്നെ അന്നേരം ശൗല് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. എന്നാ പറഞ്ഞേ, അയ്യോ എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ മേൽ കർത്താവ് അഭിഷേകം പകർന്നിട്ടുണ്ടെന്നുള്ളൊരു ചിന്ത വന്നു. ശരിയല്ലേ, മനസ്സിലായി ഇവൻ്റെ മേൽ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ ശൗലിൻ്റെ ചിന്ത മുഴുവൻ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് നശിപ്പിക്കണമെന്ന്. പറ്റുമോ? പറ്റുകയില്ല. അഭിഷേകമുള്ളവനെ നശിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ ശ്രമിച്ചാലും പറ്റുമോ? പറ്റുകയില്ല. ഹല്ലേലൂയ. കാരണം എന്നാണ്, അവനെ നടത്തുന്ന അഭിഷേകം അവൻ്റെ കഴിവൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നശിപ്പിക്കാൻ നോക്കിയവൻ നശിച്ചു പോയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇടയൻ ആരായിരിക്കണം? ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ എപ്പോഴും ആരായിരിക്കണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ നയിക്കുന്നത് ആരായിരിക്കണം? പരിശുദ്ധാത്മാവാം ദൈവം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രൊട്ടക്ഷനെ കിട്ടും. എന്നിട്ട് എന്നാ കിട്ടും? നിത്യജീവൻ്റെ അവകാശികൾ. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നീ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നും പറഞ്ഞ 23 സങ്കീർത്തനം കൂടെ അവസാനിപ്പിച്ചേക്കുന്നത്. നിനക്കിവിടെ ലഭിക്കുന്ന എല്ലാം ഏതാണ്? ക്രിസ്തു യേശുവിലൂടെ അബ്രഹാമിനുള്ള സകല അനുഗ്രഹങ്ങളും പ്ലസ് നിത്യജീവൻ്റെ അവകാശിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, ഇപ്പം അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് പറയാനായിട്ട് അവിടെ പറയണ ഇങ്ങനെ കൈവിരലിൽ എണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ നാം വിശ്വസിച്ച് നിന്നാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് എത്ര എണ്ണമാണ്. ഹല്ലേലൂയ, ശരിയല്ലേ. അബ്രഹാം, ഇസ്ഹാക്ക്, ഇസ്രായേൽ എന്ന് പറഞ്ഞ് 3 പേരുടെ പേര് വെച്ചാൽ പറയുന്നത്. പക്ഷെ ഇപ്പം സ്വർഗത്തിൽ എണ്ണുന്ന എന്നാ ആയിരിക്കും എന്ന് പറയട്ടെ, ഇത് കുറേ കൂട്ടങ്ങളുടെ പേര്. ഇത് പേരെണ്ണിയാൽ തികയല്ലാന്ന്. ഹല്ലേലൂയ. സ്കെയില് പറയാനേ. ഹല്ലേലൂയ. കാരണം എന്നാണ്? ക്രിസ്തുയേശുവിലൂടെ ഈ വാഗ്ദത്തമെല്ലാം നമുക്കും. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന സമയത്ത് എന്നാ ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നേ? വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന സമയത്ത് എന്നാ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നേ? ശത്രുവിൻ്റെ ഒരു ഇടപെടലുണ്ട്. ശരിയല്ലേ. കാരണം എന്നാണ്? ഇത് വാഗ്ദത്തമാണ്, പ്രാപിക്കുമോ എന്നുള്ളൊരു സംശയം ഉള്ളിൽ കാരണം. അതുകൊണ്ട് ശത്രു ഇടപെടലുണ്ട്. അതുകൊണ്ട് ആ ഇടപെടൽ എങ്ങനെയായിരിക്കും? ഒരു ചെത്തി വെടിപ്പാക്കൽ പോലെ ദൈവവും കൂടി എന്നായിരിക്കും? അത് നീ പരിശോധിച്ചോ യോബിനോട്, അല്ലേ, യോബിനെ ഒന്ന് പരിശോധിച്ചോളാൻ ദൈവം എന്നാ ചെയ്തതാ, അല്ലേ, അനുവദിച്ചു. അനുവദിച്ചതിന് കാരണം എന്നായിരുന്നു? യോബിനൊരു ഭയം ഉണ്ടായിരുന്നു, തൻ്റെ മക്കളിങ്ങനെ ദൂർത്തടിച്ച് നടക്കുക. ഹല്ലേലൂയ, അല്ലേ. അതുകൊണ്ട് പേടി എറിഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് എന്നാ ചെയ്യും? യാഗം കഴിക്കും. ഒരു ഭയം ഉണ്ടായിരുന്നു, തൻ്റെ മക്കൾ ശരിയല്ലെന്നുള്ള ഭയം. ശരിയല്ലേ. ആ ഭയമായിരുന്നു മെയിനായിട്ട് ആരെ എത്തിച്ചേ? യോബിന് വേണ്ടിയിട്ട് വാദിക്കാൻ സാത്താനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. ശരിയല്ലേ, ശരിയല്ലേ. അപ്പോൾ എന്നാണ്? സാത്താനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. സാത്താൻ എന്നാ പറഞ്ഞു?
പിന്നെ നീ ഇങ്ങനെ വേലി കെട്ടി നിൽക്കണ കാരണം കൊണ്ടല്ലേ, സംരക്ഷിച്ച കൊണ്ടല്ലേ, നീ ഒന്ന് തൊട്ട് നോക്കിക്കേ, അല്ല നീ ഒന്ന് ആ വേലി അങ്ങോട്ട് പൊളിച്ചേ. കാരണം എന്നാ, ഇവന് കയറാൻ പറ്റണില്ല വേലിക്കകത്തേക്ക്. വേലി ഒന്ന് പൊളിച്ചു കൊടുത്താലേ ഇവന് കയറാൻ പറ്റുള്ളൂ. കാരണം എന്നാണ്, ഇവിടെ കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വലയം അങ്ങ് സൃഷ്ടിച്ച് വെച്ചേക്കുക. അതിനകത്ത് നിൽക്കുന്ന നമുക്ക് വടിയും കോലും ടേബിളും പുറകെ ഇതൊക്കെ നിൽക്കുന്ന നമ്മുടെ അടുത്തേക്ക്, വിശുദ്ധ ജനം എന്ന പദവിയിലേക്ക് നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഇപ്പം ഇവൻ നിന്നിട്ട് വാദിക്കുക, കണ്ടോ, നീ അതൊന്ന് പൊളിച്ച് മാറ്റിക്കേ, നീ ആ വടിയൊന്നെടുത്ത് മാറ്റിക്കുക, എന്നിട്ട് വേണം അതിനൊന്ന് ആക്രമിക്കാൻ. അപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, ആ വടി എടുത്ത് മാറ്റാം. നീ ഓക്കെ, ആ വടി ഒന്ന് എടുത്ത് മാറ്റി നോക്കി. പതുക്കെ രോഗത്തിൻ്റെ ഒരു ലക്ഷണം വന്നു. പക്ഷെ അന്നേരം വിശ്വാസി എന്നാ പറയും, യേശുവിൻ്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഇത് പറയും. അപ്പോൾ വാഗ്ദത്തം നമുക്ക് അന്നേരം പിന്നെ ആ വടി അവിടെ വന്നു. കാരണം എന്നാണ്, യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നത് അബ്രഹാം പ്രഖ്യാപിച്ചതുപോലെ വിശ്വാസം പ്രഖ്യാപിച്ച അപ്പം ഇവിടെ തന്നെ വരും, സംരക്ഷണം വരും. ഹല്ലേലൂയ, ശരിയല്ലേ? പിന്നെ സാത്താനെ തൊടാൻ പറ്റുകയില്ല. അപ്പോൾ തൊടണ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്. എന്താണ് ശത്രു നിന്നെ തകർക്കാൻ നോക്കും, അല്ലേ? എങ്ങനെ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറുകയില്ല. പക്ഷേ എല്ലാവരും നിന്നെ നോക്കി എന്നാ പറയും, അല്ലേ? ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് മാറും, അല്ലേ? പറഞ്ഞല്ലോ, പാടുന്നുണ്ടല്ലോ നമ്മൾ. കൊടുങ്കാറ്റടിച്ചാലും നമ്മുടെ പടക മാറുകയില്ല, നമ്മൾ പതറുകയില്ല, നമ്മൾ തളരുകയില്ലാന്ന്. ശരിയല്ല? അതിൻ്റെ കാരണം എന്നാണ്, യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പാടുന്നില്ലേ നമ്മൾ, അല്ലേ? ശത്രുവിൻ കരം എൻ്റെ നേരെ തിരിഞ്ഞാലും, അല്ലേ, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് എല്ലാവരും മാറിയാലും, ഹല്ലേലൂയ, എന്നാ ചെയ്യുന്ന, ഞാൻ പതറുകയില്ല, ഞാൻ വീഴുകയില്ല, യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. അതിന് കാരണം എന്നാണ്, യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ശരണവും കോട്ടയുമേ. എൻ്റെ ശരണവും എൻ്റെ കോട്ട യേശുവാണ്. ഒരു കോട്ടയ്ക്കകത്തേക്ക് ശത്രുവിന് കയറാൻ പറ്റുമോ? എവിടെ? ഹല്ലേലൂയ. ഇതാ, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യല, ഭയപ്പെടുകയില്ല. കാരണം അങ്ങനെ നീ ഭയപ്പെടണ്ടെന്ന് തന്നെ എത്രയോ പ്രാവശ്യം വചനത്തിൽ പറഞ്ഞേക്കും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. നീ എവിടെ പോയാലും എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. ഹല്ലേലൂയ. ഇതാ നമുക്കുള്ള പ്രോമിസ്. ഹല്ലേലൂയ. ഇത്രയും വലിയ പ്രോമിസ് നമുക്ക് ദൈവം തന്നേച്ച് ഇനി അവൻ്റെ വചനത്തിൽ നിന്ന് മാറാൻ നമുക്ക് തോന്നുമോ? ഇല്ല. എന്നാൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പാടാമോ? എൻ്റെ ദൈവത്താൽ ഇനി പാടുന്ന ചുമ്മാ പാടരുത് കേട്ടോ. കാരണം ഏതാണ്ട് ചെറുപ്പം മുതലേ നമ്മൾ പാടുന്ന പാട്ടാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്ന്, അല്ലേ? തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യുമെന്ന്. പക്ഷേ ഇതുവരെയായിട്ടും ആ വചനം പോലെ പൂർണ്ണമായിട്ട് ചെയ്യുന്നുമില്ല, തൻ്റെ വചനോട്ട് അനുസരിക്കുന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, അനുഗ്രഹം പ്രാപിച്ചവരെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പക്ഷേ ഇനിയും അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ അതൊന്നുമല്ല. ദൈവത്തിൻ്റെ ഇതെന്താണ്? ഉയർച്ച തന്നെ നീ പ്രാപിക്കും, അല്ലേ? പെരുമ്പാവൂർ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പെരുമ്പാവൂർ പട്ടണത്തിൽ വന്നിട്ട് ഹെവൻലി യൂത്ത് മിനിസ്ട്രിയോ, അതെവിടെ എന്നാരും ചോദിക്കുകയില്ല. കാരണം അനുഗ്രഹമായിട്ട് മാറിക്കഴിയുമ്പോൾ എന്നായിരിക്കും സംഭവിക്കുന്നത്? ഹെവൻലി യൂത്ത് മിനിസ്ട്രി. ഹല്ലേലൂയ. ആ മിനിസ്ട്രി അല്ല, മിനിസ്ട്രിയുടെ മാസ്റ്റർ ആരായിരിക്കണം? കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി അത് പാടുമ്പോൾ ആ വാഗ്ദത്തം ഒന്ന് ഉള്ളിൽ കണ്ടുകൊണ്ട്, കർത്താവ് ഇനി ഞാൻ പ്രമാണിച്ച് നടക്കുമെന്ന് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടൊന്ന് പാടാൻ പറ്റുമോ? എൻ്റെ ദൈവത്താൽ പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും.
ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ ആമേൻ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. എന്നാവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. ആമേൻ. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. എന്നാവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എവിടെയാ തൻ്റെ വചനം പോലെ നടക്കുന്നത്? തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യുമെങ്കിൽ 150 സങ്കീർത്തനത്തിലുള്ളത് ചെയ്യണം, 103 സങ്കീർത്തനത്തിലുള്ളത് ചെയ്യണം. 103 സങ്കീർത്തനത്തിൽ എന്നാ പറഞ്ഞേക്കുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവും യഹോവയെ വാഴ്ത്തുക. 150 സങ്കീർത്തനത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? അത്യുച്ച നാദത്തിൽ, ഹല്ലേലൂയ, അത്യുച്ച നാദമുള്ള കൈത്താളത്തോടെ നീ നിൻ്റെ ദൈവമായ യഹോവയെ, നിന്റെ കർത്താവിനെ എങ്ങനെ ആരാധിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ. ഞാൻ കാണുന്നില്ല ഇവിടെ പൂർണ്ണ മനസ്സോടെയാണ് നിൽക്കുന്നതെന്ന്. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെയാണ് നിൽക്കുന്നതെന്ന്. ഹല്ലേലൂയ. പിന്നെ എന്നാന്നാ പറഞ്ഞേക്കുന്നത്? പൂർണ്ണ ശക്തിയോടെ. നിങ്ങൾക്ക് സ്നേഹമുള്ളവരെയാണ് നിങ്ങളിവിടെ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നായിരിക്കും ചെയ്യുന്നത്? ആ സ്നേഹം മുഖത്ത് ഇല്ലേ? ഇത് എല്ലാവരും പാടുന്ന എൻ്റെ ദൈവത്താൽ ഏതാണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് നിന്ന് പാടുന്ന പോലെ പാടേ, അല്ലെങ്കിൽ സങ്കടപ്പെട്ടെന്നല്ല, അല്ലെങ്കിൽ ഒരു ഗൗരവത്തിൽ നിന്ന് പാടുന്ന പോലെ. നിങ്ങൾ സ്നേഹമുള്ളവരെ കണ്ടാൽ നിങ്ങളൊന്ന് ചിരിക്കുകയല്ലേ? ഹല്ലേലൂയ. എന്നാൽ പൂർണ്ണ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ആമേൻ പറഞ്ഞ് അതൊന്ന് പ്രാപിച്ചെടുത്തേ, അതൊന്ന് റിസീവ് ചെയ്തേ. ഹല്ലേലൂയ. ഇത് തന്നേക്കാന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമല്ലേ? അപ്പം ഇത് റിസീവ് ചെയ്യേ. നിങ്ങൾ ശക്തമായിട്ടൊന്ന് കൈകളെ അടിച്ച്, കൈകളെ അത്യുച്ച നാദത്തിലൊന്ന് പാടിക്കേ. നമുക്ക് ആരോടാ ലജ്ജ? ഈ മുമ്പിൽ നിൽക്കുന്നവരെയും പുറയിൽ നിൽക്കുന്നവരെയും ഒന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. നമ്മൾ എങ്ങനെ ആരാധിക്കുന്ന നാഴിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സത്യത്തിലും ആത്മാവിലും. സത്യത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാ സത്യം? ഞാൻ തന്നെ സത്യവും വഴിയും. ഹല്ലേലൂയ. ആര്? കർത്താവായ യേശുവിൽ ആരാധിക്കുക. രണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? ആത്മാവിൽ ആരാധിക്കുന്ന. ആ നാഴികയെ പറ്റി പറഞ്ഞത്. ആ നാഴികയെ പെട്ടോരല്ലേ ഇതിനകത്ത് നിൽക്കുന്നേ. പിന്നെ നമ്മൾ ആരെ നമ്മൾ നോക്കുന്നേ? നമ്മൾ ആരെ നോക്കണ്ട. നമ്മൾ ആരാധിക്കുന്നത് ഈ നിൽക്കണ ആൾക്കാരൊന്നും അല്ല നമ്മുടെ സൃഷ്ടാവ്. നമ്മൾ ആരാധിക്കുന്നത് സാക്ഷാൽ സൃഷ്ടാവാം ദൈവത്തെയാ. അവൻ വീരനാം ദൈവമാ. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാ. നമ്മുടെ സ്വർഗീയ പിതാവാ. നമ്മുടെ അപ്പനാവൻ. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൈകൾ അടിച്ച് അത്യുച്ച നാദത്തോടെ നല്ല ശക്തമായിട്ട് കൈകൾ അടിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ ഒന്ന് പാടാൻ പറ്റുമോ? ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ആമേൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. എന്നാവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. എന്നാവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ആമേൻ. പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ. ആമേൻ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ.
എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ആമേൻ. ജീവിത പങ്കാളി എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. ആമേൻ. എൻ്റെ അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരുകയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ആമേൻ. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ആമേൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടത് അവൻ്റെ വചനം എൻ്റെ ഉള്ളിലൊന്ന് വളരണം. ഞാൻ അങ്ങ് കുറയണം, ഞാനോ കുറയണം, അവനോ വളരണം. ഹല്ലേലൂയ. ഞാനോ കുറയണം, അവൻ്റെ വചനം എന്നിൽ വളരണം, പരിശുദ്ധാത്മാവ് എന്നിൽ വളരണം. അങ്ങനെയാണെങ്കിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വളരണമെങ്കിൽ ഒന്ന് പാടാമോ? ഹല്ലേലൂയ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഗോതമ്പ് മണി ചത്ത് ചീഞ്ഞിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളൊന്ന് തകർന്നാലേ കർത്താവ് നിങ്ങളിൽ വളരുള്ളൂ, ഒന്ന് ശൂന്യമായാലേ കർത്താവ് വളരുള്ളൂ. അതുകൊണ്ട് ആ ശൂന്യമായ പടകിനെ കർത്താവ് നിറച്ചത്. ഹല്ലേലൂയ. പടക് ശൂന്യമാണെങ്കിൽ ഉറപ്പാ കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. അതവിടെ ഒരു കുറവ് വന്നോ, ഉറപ്പാ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ കുറവ് വന്നേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശൂന്യമാണെങ്കിൽ ഒന്ന് പാടാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടഞ്ഞു പോയ പാത്രമാണേ ഉപയോഗമറ്റിരുന്നു, ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമറ്റിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉടഞ്ഞു പോയ പാത്രമാണോ? ഹല്ലേലൂയ. എന്നാൽ നിങ്ങളെ നിറയ്ക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ ഒന്നല്ല, ഇതിലും ശക്തമായിട്ടൊരു സാന്നിധ്യം. നിങ്ങൾക്ക് ഇതിലും ശക്തമായിട്ടൊരു ദൈവ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹമുള്ളവരൊരു ഹല്ലേലൂയ പറയാമോ? എന്നൊന്ന് രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടൊന്ന് പറയാമോ? ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ നീരുറവ ഒഴുകുന്ന പറഞ്ഞേക്കുന്നത്, ജീവൻ്റെ നദികൾ ഒഴുകുന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പാടാമോ? ഹല്ലേലൂയ. ഈ സാന്നിധ്യം പോരാ കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളിങ്ങ് വരുമോ കർത്താവേ? ഈ സാന്നിധ്യം പോരാ കർത്താവേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ യേശുവേ, നിൻ സാമീപ്യം പോരായേ.
കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവേ, നിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഹല്ലേലൂയ നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കുറച്ചുകൂടെ വേണം. കാരണം നിൻ്റെ സാന്നിധ്യത്തിനാണ് കർത്താവേ ഞങ്ങളുടെ കൊതി മുഴുവൻ. ഒരു മാൻ നീർത്തോടുകളോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ അപ്പ, എൻ്റെ ഹൃദയം നിനക്കായിട്ടൊന്ന് കൊതിക്കുന്നെന്ന്. അങ്ങനെ ഒരു കൊതിയുള്ളവരൊന്ന് പാടാമോ? മതിയാകുന്നില്ലേ നിൻ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. നെഞ്ചോട് കൈകൾ വെച്ചിട്ടൊന്ന് പാടാമോ? മതിയാകുന്നില്ലേ യേശുവേ നിൻ സാന്നിധ്യം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ നിൻ സാന്നിധ്യം പോരായേ യേശുവേ നിൻ സാമീപ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ അപ്പാ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാനോ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ. രണ്ട് കൈകൾ ഉയർത്തി ഒന്ന് പാടാമോ? ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ നിൻ സാന്നിധ്യം പോരായേ യേശുവേ നിൻ സാമീപ്യം പോരായേ. ആ അപ്പനോടൊന്ന് പറയാമോ? ഏതപ്പനും സ്വന്തം മക്കളും നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പാന്ന് വിളിക്കുന്നതല്ലേ ഏതൊരപ്പനും ഇഷ്ടം. ആ അപ്പനും അത് ഇഷ്ടമായത് കൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിനകത്ത് ശീമോൻ പത്രോസിനോട് ചോദിച്ചത്. എന്നാ ചോദിച്ചേ? നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ പത്രോസേന്ന്? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ പത്രോസേന്ന്? എത്ര പ്രാവശ്യം ചോദിച്ചു? 3 പ്രാവശ്യം ചോദിച്ചില്ലേ? നാമും എത്ര വട്ടം തള്ളിപ്പറഞ്ഞതാ പത്രോസിനെ പോലെ. പക്ഷെ ആ തള്ളി പറഞ്ഞ സമയത്ത് നമ്മളെ നിത്യ സ്നേഹത്താൽ നമ്മളെ കൂട്ടിച്ചേർത്ത് നിന്ന കർത്താവ് ഞങ്ങളോട് ഇപ്പോഴും ചോദിക്കുക. ഹല്ലേലൂയ. എന്നാ ചോദിക്കുന്നത്? നിനക്ക് അതിനൊരു പ്രിയമുണ്ടോന്ന്? പ്രിയം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? നിന്നോടാണ് എനിക്കേറ്റം പ്രിയം യേശുവേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവൻ്റെ മൊഴികളെ. നിന്നോടാണ് എനിക്കേറ്റം പ്രിയം യേശുവേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവൻ്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ, നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ. നീയല്ലോ യേശുവേ എൻ ജീവൻ്റെ ജീവനോ, നീയല്ലോ യേശുവേ എൻ ജീവൻ്റെ ജീവൻ. അവനോടാ നിങ്ങൾക്ക് പ്രിയമെങ്കിൽ ഒന്ന് പറയാമോ? കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന ഒരനുഗ്രഹങ്ങൾ ഞങ്ങൾ ലഭിച്ചാലും നിന്നെ വിട്ടു പോവുകയല്ല ഞങ്ങളിനി. ഹല്ലേലൂയ. ഒരനുഗ്രഹം ഞങ്ങൾ കൈ കിട്ടിക്കഴിയുമ്പോൾ ആ ധൂർത്തപുത്രനെ പോലെ അപ്പനെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളല്ല ഞങ്ങൾ. അങ്ങനെ പോവാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്നൊരു റിക്വസ്റ്റും കൊടുത്തേച്ച് ഞങ്ങൾ പോകുകയല്ല എന്നൊരു ഡിസിഷൻ നിങ്ങൾ പറയാമോ? എന്നൊന്ന് പാടാമോ? പിരിയാനാകരുതേ ഈ ബന്ധം യേശുവേ, മാറാനാകരുതേ നിൻ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം യേശുവേ, മാറാനാകരുതേ നിൻ മാർവിൽ നിന്നും. ഡിസിഷൻ പറയാമോ? പിരിയിൽ ഇനിയും ഞാൻ മരണം വരെയും അപ്പാ, പിരിയിൽ ഇനിയും ഞാൻ മരണം വരെയും
മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും മാറില്ലിനിയും ഞാനാ മാവിൽ നിന്നും. രണ്ട് കൈകൾ ഉയർത്തിട്ടൊന്ന് പറയാമോ? ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ അപ്പാ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ യേശുവേ, നിൻ സാമീപ്യം പോരായേ. സ്തുതിക്കുന്ന എൻ്റെ അപ്പാ, സ്തുതിക്കുന്ന എൻ്റെ അപ്പാ, മഹത്വപ്പെടുത്തുന്ന ആരാധിക്കുന്ന എൻ്റെ അപ്പാ, ആരാധനയിൽ വസിക്കുന്ന ആരാധനയ്ക്ക് ഉന്നതനായ പൊന്നു തമ്പുരാനെ, നിന്റെ തിരു സാന്നിധ്യത്തിലായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന എൻ്റെ അപ്പാ. നിന്റെ തിരു സാന്നിധ്യം കർത്താവേ, എത്ര വലിയ സാന്നിധ്യം കർത്താവേ. നിന്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ. ഞങ്ങൾ പാപികളെന്ന് സമ്മതിക്കുന്ന എൻ്റെ അപ്പാ, അതരയാഗമെന്ന സ്തോത്രയാഗം ഞങ്ങൾ അർപ്പിച്ചില്ല കർത്താവേ. ഞങ്ങൾ കർത്താവേ ഹാനോക്കിനെ പോലെ നിന്നെ കൂടെ നടന്നില്ല കർത്താവേ. ഞങ്ങൾ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചില്ല കർത്താവേ. നിന്നെ കർത്താവേ ദാവീദ് സ്നേഹിച്ച പോലെ സ്നേഹം ഞങ്ങളിൽ നിന്നുണ്ടായില്ല കർത്താവേ. പകരം ഞങ്ങൾ ചെയ്തത് എൻ്റെ അപ്പ പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞു കർത്താവേ, യോനയെ പോലെ പിന്തിരിഞ്ഞു കർത്താവേ, ഏലിയാവിനെ പോലെ ഓടിത്തളർന്നു കർത്താവേ. ഞങ്ങളിതാ ക്ഷമ ചോദിക്കുന്ന എൻ്റെ അപ്പ നിന്റെ സന്നിധിയിലേക്ക് കർത്താവേ, കർത്താവ് യേശുവേ ഏറ്റു പറയുന്നുവെങ്കിൽ കർത്താവ് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ രക്തം നീതിയുള്ളതും വിശ്വസ്തതയുള്ളതെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നു എൻ്റെ അപ്പ. കർത്താവ് യേശുവേ അങ്ങയുടെ രക്തത്താൽ ഒന്ന് കഴുകണമേ കർത്താവേ. ഞങ്ങളുടെ നാവുകളും ഞങ്ങളുടെ അന്തരംഗങ്ങളും ഒന്ന് കഴുകി എൻ്റെ അപ്പ. നിനക്കായിട്ട് സ്തുതിക്കാൻ ഹൃദയം നിറഞ്ഞ എൻ്റെ അപ്പ, ആത്മാവ് നിറഞ്ഞവരായി ഹൃദയങ്ങളിൽ പാടിയും സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടും വാക്കിനാലും പ്രവൃത്തിയാലും എന്ത് ചെയ്താലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവുകളെ കർത്താവ് യേശുവേ അങ്ങയുടെ രക്തം കൊണ്ടൊന്ന് കഴുകണം എൻ്റെ അപ്പ. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നെന്ന് പറഞ്ഞതുപോലെ എൻ്റെ അപ്പ, നിന്നോടുള്ള നന്ദി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കണം എൻ്റെ അപ്പ. ഫ്രം ദി കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊന്ന് പാടുവാൻ കർക്കവണം എൻ്റെ അപ്പ. ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് എൻ്റെ അപ്പ, നന്ദിയുള്ളൊരു ഹൃദയം കർത്താവെ തരുവാൻ തക്കവണ്ണം അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് കഴുകണം എൻ്റെ അപ്പ. കർത്താവെ കഴുകി ശുദ്ധീകരിച്ച എൻ്റെ അപ്പ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിന് ഹിമം പോലെ വെളുപ്പിച്ച എൻ്റെ അപ്പ, നിന്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എൻ്റെ അപ്പ. ഞങ്ങളിതാ വരുന്നുണ്ട് അപ്പ. ഞങ്ങൾ കർത്താവ് ഈ കൂട്ടായ്മ ഞങ്ങൾ ഒന്നടങ്ങ് നിന്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് അപ്പ. നിന്റെ കൃപാസനത്തിൻ്റെ ഒന്ന് ഒഴുകുന്ന കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് എൻ്റെ അപ്പ, അങ്ങ് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം എൻ്റെ അപ്പ. അങ്ങ് തന്ന പ്രോമിസസിനായിട്ട് സ്തോത്രം എൻ്റെ അപ്പ. ഇത്രയും വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ. എന്നാലും അങ്ങ് 2019 വർഷം മുമ്പ് ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ അപ്പ, ക്രിസ്തുയേശുവിലൂടെ കർത്താവേ അബ്രഹാമിന് കർത്താവേ കൊടുത്ത ഈ വാഗ്ദത്തം തന്നെ ഞങ്ങൾക്ക് നീ തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന അപ്പ. ഞങ്ങളതിനെ സ്വീകരിക്കുന്ന എൻ്റെ അപ്പ, ക്രിസ്തുവിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന എൻ്റെ അപ്പ. കർത്താവെ നിനക്കായിട്ട് ഓടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തണമേ എൻ്റെ അപ്പ. നിനക്കായിട്ട് ഓടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എൻ്റെ അപ്പ. അങ്ങനെ കർത്താവെ നിനക്കായിട്ട് കർത്താവെ ലോകത്തിൻ്റെ അറ്റത്തോളം കർത്താവെ നിനക്കായിട്ട് ഞങ്ങൾക്കല്ല കർത്താവെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാവും എന്നുള്ള വചനത്തിൻ്റെ കർത്താവെ വചനത്താൽ എൻ്റെ അപ്പ മാനസാന്തരപ്പെടുന്ന പാപികൾക്കായിട്ട് എൻ്റെ അപ്പ അസ്ഥിയുടെ ഒരു താഴ്വര തന്നെ ഉണ്ട് എൻ്റെ അപ്പ. പാപത്തിൻ്റെ ഒരു താഴ്വര തന്നെ ഉണ്ട് എൻ്റെ അപ്പ. കർത്താവെ അതുങ്ങൾ കർത്താവെ പാപത്തിൽ കിടക്കുന്ന ജനതയെ അതിൽ നിന്ന് കർത്താവെ എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് എൻ്റെ അപ്പ, നിന്റെ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതിനായിട്ട് എൻ്റെ അപ്പ, അങ്ങ് ഞങ്ങളുടെ മേൽ സാമർത്ഥ്യ കർത്താവെ ഒരു അഭിഷേകം കർത്താവെ അയക്കുന്നവൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് അപ്പ. അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പ. മേൽക്കുമേൽ ബലം പ്രാപിച്ച് മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിച്ച് എൻ്റെ അപ്പ പ്രബലരായിട്ട് എൻ്റെ അപ്പ കർത്താവെ നിനക്കായിട്ട് കർത്താവെ ഒരു കൂട്ടം ഇവിടെ അങ്ങ് എഴുന്നേൽപ്പിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് അപ്പ. പിതാവേ
ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവേ നിൻ്റെ നാമം മഹത്വപ്പെടണം എൻ്റെ അപ്പ. പൂർണ്ണമായിട്ട് നിൻ്റെ നാമം മഹത്വപ്പെടുവാനൊക്കെ അവിടെ സഹായിക്കണം എൻ്റെ അപ്പ. അങ്ങ് സഹായിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിനകത്ത് ഓരോ പ്രവർത്തനത്തിൻ്റെ മേലും അങ്ങ് കാര്യവിചാരകനായിട്ട് ഏറ്റെടുത്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു എൻ്റെ അപ്പ. ചെറുതുമാവട്ടെ വലുതാവട്ടെ കർത്താവേ, സകല കാര്യങ്ങളുടെ മാസ്റ്ററായിട്ടുണ്ട് എൻ്റെ അപ്പ. അങ്ങ് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ആലോചന പറഞ്ഞു കൊടുത്ത് നടത്തുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ അപ്പ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്ന ദൈവം എൻ്റെ അപ്പ. ഇന്ന് വിതച്ച വചനം എൻ്റെ അപ്പ ഇവരെ ഹൃദയങ്ങളിൽ കർത്താവേ 30 കർത്താവേ 60 കർത്താവേ 100 മേനി വിളയുവാൻ തക്കവണ്ണം അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ അപ്പ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്ന ദൈവം. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിപ്പാൻ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.